നമസ്കാരം. മലയാളികളുടെ സ്വീകരണ മുറിയിൽ ദൃശ്യ വസന്തം ഒരുക്കിയ നമ്മുടെ സ്വന്തം ഫ്ലവേഴ്സ് TV മറ്റൊരു വിസ്മയ കാഴ്ചയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഫ്ലവേഴ്സ് എന്റർടൈൻമെന്റ് അവാർഡ്സ് 2026 അമൃതവേണി ഡാൻഡ്രോ ക്വിറ്റ് ആൻഡ് സ്വയംവര സിൽക്സ് പ്രസൻസ് Ski Ice Cream Flowers Entertainment Awards 2026. Special partners Josco Jewellers and Kerala Tourism, co-powered by Anashwara Jewellers, Eastern and KP Nambudiri's Herbal Gel Toothpaste. യെസ്, അപ്പോൾ ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ അശ്വതി ശ്രീകാന്ത് ആൻഡ് എൻ്റെ ഒപ്പം സാൻഡ്ര മറിയ ബാബു. അല്ല സാൻഡ്ര, നമ്മുടെ രമേശേട്ടൻ വന്നില്ല. രമേശേട്ടൻ വന്നില്ലേ? സാധാരണ വരേണ്ടതാണല്ലോ സമയത്തിന്. എനിക്ക് തോന്നുന്നു പുള്ളി ഈ അടുത്തായിട്ട് കുറച്ച് ഉഴപ്പാന്ന് എനിക്ക് തോന്നുന്നു. കൃത്യ സമയത്തൊന്നും വരാറില്ല. ഇതിപ്പോ നല്ല ലേറ്റ് ആയി, ഗസ്റ്റ് എല്ലാരും എത്തിക്കഴിഞ്ഞു. ചേട്ടൻ എവിടെ പോയി കിടക്കുക? 24 ബ്രേക്കിംഗ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ UFO അഥവാ ബഹിരാകാശ പേടകം ദൃശ്യമായി എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ലെവൻസ്കിയും ട്രംപും നടത്തിയ കൂടിക്കാഴ്ച അവസാനം വഴക്കിൽ കലാശിച്ചു എന്ന റിപ്പോർട്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ബഹിരാകാശ പേടകം ദൃശ്യമായി എന്നതാണ്. ഇതോടെ അന്യഗ്രഹ ജീവികൾ ഉണ്ടോ ഇല്ലയോ എന്ന ചർച്ചയ്ക്ക് ഇവിടെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഗവൺമെന്റ് എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തും സംഭവിക്കാം. എല്ലാവർക്കും നമസ്കാരം. സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു എന്റർടൈൻമെന്റ് അവാർഡുമായി നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇത് ദുൽഖർ സൽമാൻ, ഇത് പ്രണവ് മോഹൻലാൽ. ശരിക്കും? ഓ, കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇത് ഏലിയൻസ് ആണ്. ശരിക്കും ഇവിടുത്തെ മെയിൻ ആരാ? മെയിൻ ഞാനാ. ഞാനും മെയിനാ. അല്ല, അങ്ങനെയല്ല. ഫ്ലവേഴ്സ് തുടങ്ങിയ കാലം തൊട്ട് എന്നെ എല്ലാവരും കാണുന്നതാണ്. ഞാനാണ് ഇവിടുത്തെ മെയിൻ. അതെ, ഇവിടെ അങ്ങനെ നെപ്പോട്ടിസം ഒന്നുമില്ല. ഇന്നത്തെ ദിവസം ഈ ഷോയ്ക്ക് ഞാനും മെയിനാ. കുട്ടി, ഞാൻ വർഷങ്ങളായിട്ട് ഫ്ലവേഴ്സിലുള്ള ആളാണ്. ഞാൻ ചക്കപ്പഴത്തിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചക്കപ്പഴത്തിലുണ്ടാവാൻ ചേച്ചി എന്താ ഈച്ചയോ? അയ്യോ, ആരെങ്കിലും ഫയർഫോഴ്സിനെ വിളിക്കോ. ഒരു ഈച്ചയുടെ കോമഡി ഇവിടെ വന്നിരിക്കുകയാണ്. ആ ഈച്ചയുടെ കോമഡി കൊടുക്കണേ. വേറെ ഏതെങ്കിലും ചാനൽ കൊടുത്താൽ വിട്ടുകളയരുത്. ഇവര് മെയിനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഫ്ലവേഴ്സിന്റെ മെയിനായിട്ടുള്ള മറ്റേ ശ്രീകണ്ഠൻ സാർ. ശ്രീകണ്ഠൻ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റർടൈൻമെന്റ് അവാർഡാണ്, പിഴാരടി പുതിയത് എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഈ ഭൂമിയിലുള്ള സാധനങ്ങൾ മുഴുവൻ ഏതാണ്ട് പറഞ്ഞു തീർന്നു. ഇനി മിച്ചം ഒന്നും കിടപ്പില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഇവിടുന്ന് പുറത്തേക്ക് പോയി 2 ഏലിയൻസുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇവരാണെങ്കിലും വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സാധാരണക്കാരെ കാണണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. അല്ല, സാധാരണ സെലിബ്രിറ്റീസിനെ കാണണമെന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുക. സാധാരണക്കാരെ കാണണമെന്ന് ആരാ പറയാ? അങ്ങനല്ലേ ഇവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അനങ്ങല്ലേ പ്രതിമയാന്ന് ഓർക്കും. ഇവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സെലിബ്രിറ്റീസ് എന്തായാലും എല്ലാ ആഴ്ചയിലും ഏതെങ്കിലും ഒരാളെങ്കിലും എയറിലായിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. ഇവർക്ക് ഇഷ്ടം പോലെ വരെ കാണാനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട്. ഇവര് സാധാരണക്കാരെ കാണുന്നില്ല എന്ന് പറഞ്ഞത്. അതെ, ഈ ഫ്രണ്ടിൽ നിന്നുള്ളൊരു 4 റോ കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ നമ്മളെ പോലുള്ള സാധാരണക്കാരാണ്, നമ്മുടെ ആൾക്കാരാണ്. അവരെല്ലാം അടിപൊളിയാണ് കേട്ടോ. ഇവർക്കൊരു കൈഡ് കൊടുത്തരും. നമ്മുടെ ആൾക്കാർ വന്നിരിക്കുന്നതല്ലേ ഏതായാലും. അപ്പോൾ ശ്രീകണ്ഠ സാറ് പറഞ്ഞു ഇവിടെ തമ്മിൽ എന്ന് പറഞ്ഞ പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ടല്ലോ. ആ പരിപാടിക്കകത്ത് ഏലിയൻസ് ഉണ്ടോ ഇല്ലയോ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തുന്നുണ്ട്. അതിനകത്ത് ഇവരെ ഇരുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അതിന് ഇരുത്താൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഉണ്ടോ ഇല്ലയോന്നോ? ഇവര് വന്നപ്പോ ഉറപ്പായില്ലേ ഉണ്ടെന്ന്? അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒറിജിനലായിട്ട് ഇരുന്നാലും അപ്പുറത്ത് ഗോകുലീശ്വറാണ് തർക്കിക്കാനിരിക്കുന്നത്. പുള്ളി ചിലപ്പോൾ തോറ്റുപോകും. അതുകൊണ്ട് ഇവരെയും കൂടി ഇരുത്തിയിട്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ഈ കുട്ടീനെ അധികം നോക്കണ്ട കേട്ടോ. ഒരു ഈച്ചയുടെ സാധനം വിട്ടിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ നമുക്ക് മോളിൽ പോവുകയും കാണുകയും നമുക്ക് ഉറപ്പായിട്ട് മോളിൽ ചെന്ന് കാണാൻ പറ്റും. അപ്പം ഇനി പുതിയ കാഴ്ചകൾ, പുതിയ രസങ്ങൾ, പുതിയ പരിപാടികളുമായിട്ട് നമുക്ക് പോവാം. മറ്റേ ഗുഡ് ബൈ കേൾക്കാൻ പോകണ്ടേ നമുക്ക്? ഞാൻ ഇവരൊക്കെ കൊണ്ടുപോയിട്ട് എന്താണെന്ന് വെച്ചാൽ കഴിക്കാൻ മേടിച്ചു കൊടുത്തിട്ട് വഴിയെ കൊണ്ടുവരാം കേട്ടോ. ബാ.
രണ്ടുപേരും ബാ. നിങ്ങളുടെ പണികൾ ഭംഗിയായിട്ട് നടക്കട്ടെ കേട്ടോ. നിങ്ങളുടെ ആങ്കറിങ്ങും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നോട്ടെ. ഞാൻ Thank you ഇവരെ so ഒന്ന് കൊണ്ടുവരാം. ബാ മകളെ, ബാ. Thank you. രണ്ടുപേരും ബാ. അങ്ങനെ ഭൂമിയിലുള്ള ഐറ്റം ഒന്നും പോരാഞ്ഞിട്ട് മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് കൂടി നമ്മൾ ആളെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ ഈ ഒരു സായാഹ്നം നമ്മുടേതാക്കി മാറ്റാൻ പോവുകയാണ്. ദൃശ്യവിസ്മയങ്ങൾ ഒരുക്കി നമ്മളെ സന്തോഷിപ്പിച്ച ഒരുപാട് പ്രതിഭകളെ ആദരിക്കുന്ന ഒരു വേദിയായി ഇത് മാറുകയാണ്. ചലച്ചിത്ര പുരസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്തവണ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് നമ്മുടെ തിയേറ്ററിൽ വന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത സിനിമകൾ മാത്രമല്ല നമ്മുടെ ഈ ആഘോഷത്തിന്റെ ഭാഗമാവുന്നത്. അതെ, ഒരുപാട് സന്തോഷം നിറഞ്ഞ, ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ചേച്ചി പറഞ്ഞതുപോലെ തിയേറ്ററിൽ റിലീസായ സിനിമകൾ മാത്രമല്ല ഈ അവാർഡ്സിന് വേണ്ടി കൺസിഡർ ചെയ്തിട്ടുള്ളത്. OTT റിലീസസും വെബ് സീരീസും കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ആഡ് ഫിലിംസിന് വേണ്ടി ഒരു സെപ്പറേറ്റ് കാറ്റഗറി തന്നെയുണ്ട്. ഇൻ എ വേ ദിസ് ഈസ് ദ കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് അവാർഡ്സ് ഓഫ് കേരള. കേരളത്തിലെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിക്ക് ഫ്ലവേഴ്സ് നൽകുന്ന ആദരം. സോ വൺസ് അഗൈൻ എല്ലാവരെയും സ്നേഹപൂർവ്വം ഫ്ലവേഴ്സ് എന്റർടൈൻമെന്റ് അവാർഡ്സ് 2026 ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ നമ്മുടെ ഫസ്റ്റ് അവാർഡിലേക്ക് കടക്കുകയാണ്. ബെസ്റ്റ് OTT എന്റർടൈനിങ് മൂവി. ആ ഒരു ചിത്രത്തിനുള്ള പുരസ്കാരമാണ് നമ്മളിപ്പോൾ ആദ്യം കൊടുക്കാൻ പോകുന്നത്. ഈ പുരസ്കാരം സമ്മാനിക്കുന്നതിന് വേണ്ടി ഞാൻ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഫ്ലവേഴ്സ് ടിവിയുടെ മാനേജിംഗ് ഡയറക്ടറും 24 ചീഫ് എഡിറ്ററുമായ ദ വൺ ആൻഡ് ഓൺലി SKN ശ്രീകണ്ഠൻ സാറിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സർ, നമ്മുടെ എന്റർടൈൻമെന്റ് അവാർഡ്സിനെ കുറിച്ച് ഒരു വാക്ക്. പ്രിയമുള്ളവരെ, നമ്മുടെ ചലച്ചിത്ര ലോകത്ത് ഏറ്റവും പ്രതിഭ തെളിയിക്കുന്ന ഓരോ വർഷവും ആളുകളെ തിരഞ്ഞെടുക്കുന്ന പുരസ്കാര ദാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫ്ലവേഴ്സിൻ്റെ ഈ എൻ്റർടൈൻമെൻറ്റ് അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, മലയാള ചലച്ചിത്ര ലോകത്ത് ഒരുപാട് കഴിവുകൾ തെളിയിച്ച ആളുകൾ തന്നെയാണ് ഇന്ന് പുരസ്കാര ജേതാക്കളായി വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് അഭിമാനമുണ്ട്. ഇരുത്തം വന്നൊരു ജൂറിയാണ് ഇവരെയൊക്കെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. മാത്രമല്ല മിക്കവാറും എല്ലാ രീതിയിലും അവരുടെ വൈവിധ്യവും അതുപോലെ തന്നെ അവരുടെ കലാമേന്മയും അവരുടെ സർഗ സാന്നിധ്യവും ഒക്കെ നമ്മൾ മലയാള സിനിമയിൽ എങ്ങനെയാണ് എന്നുകൂടി വിലയിരുത്തിയിട്ടാണ് ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാ പുരസ്കാര ജേതാക്കൾക്കും ആശംസകൾ. അതോടൊപ്പം തന്നെ പുരസ്കാരം നൽകാനെത്തിയിട്ടുള്ള ആളുകളെ കൂടി നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അവർക്കും ഫ്ലവേഴ്സിൻ്റെയും 24ൻ്റെയും പേരിൽ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. അവരുടെ സാന്നിധ്യവും മലയാള ചലച്ചിത്ര ലോകം കണ്ട ഏറ്റവും നല്ല പ്രതിഭകൾ തന്നെയാണ് ഈ പുരസ്കാരം വിതരണം ചെയ്യുവാനും എത്തിയിരിക്കുന്നത്. അവർക്കും ഞങ്ങളുടെ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുന്നു. ജേതാക്കൾക്ക് ഒരിക്കൽ കൂടി വിജയാശംസകൾ. താങ്ക് യു സർ. ഈ സമയം ബെസ്റ്റ് OTT എന്റർടൈനിങ് മൂവി വിന്നറിന് സൈറ്റേഷൻ നൽകുന്നതിന് വേണ്ടി മിസ്റ്റർ സുനോജ് പങ്കുണ്ണി, സീനിയർ ബ്രാൻഡ് മാനേജർ KP നമ്പൂതിരീസിനെ സ്വാഗതം ചെയ്യുന്നു. സർ പ്ലീസ്. പുരസ്കാരം നൽകാനായിട്ടുള്ള 2 വ്യക്തികളും വേദിയിലുണ്ട്. ഇനി ആർക്കാണ് അവാർഡ് എന്നറിയാനായിട്ടുള്ള സമയമാണ്. യെസ്, ബെസ്റ്റ് OTT എന്റർടൈനിങ് മൂവിയാണ് ഈ ഒരു കാറ്റഗറി. ആൻഡ് ദിസ് അവാർഡ് ഗോസ് ടു ദ മൂവി ഭരതനാട്യം. പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി ശ്രീ സൈജു കോറും അദ്ദേഹത്തിന്റെ വൈഫ് അനുപമ B നമ്പ്യാർ, കൃഷ്ണദാസ് മുരളി ചിത്രത്തിന്റെ ഡയറക്ടർ, ഇവരെ 3 പേരെയും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബെസ്റ്റ് OTT എന്റർടൈനിങ് മൂവിക്കുള്ള പുരസ്കാരം കൈമാറുകയാണ്. ഇത്ര മികച്ചൊരു എന്റർടൈനർ നമുക്ക് നൽകിയ ടീമിന് ഒരു സൈറ്റേഷൻ നൽകി ആദരിക്കാൻ അഭ്യർത്ഥിക്കുകയാണ് മിസ്റ്റർ സുനോജ് പങ്കുണ്ണി, സീനിയർ ബ്രാൻഡ് മാനേജർ KP നമ്പൂതിരീസ്. സൈജേട്ടാ, എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ആദ്യം ഫ്ലവേഴ്സ് ടിവിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുവാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു. അതിന് തന്നെ ബെസ്റ്റ് OTT ഫിലിം അവാർഡ് നിങ്ങളെനിക്ക് തന്നു. അതും ഇന്ന് ജീവിതത്തിലൊരു വലിയ ദിവസമാണ് എൻ്റെ. കാരണം എനിക്കറിയില്ലായിരുന്നു ഹരിയൻ സാർ ഇന്നിവിടെ വരുമെന്ന്. എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ഗുരുനാഥൻ്റെ മുമ്പിൽ എനിക്കൊരു അവാർഡ് മേടിക്കാൻ പറ്റി. ഇതിൽ പരം
എന്താണ് എനിക്ക് വേണ്ടത്? ഭരതനാട്യം സിനിമ ആദ്യമായിട്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു. അത് തിയേറ്ററിൽ ഒരു വലിയ ചലനം ഉണ്ടാക്കിയില്ല. പക്ഷെ അത് OTT വന്നപ്പോഴത്തേക്കും, നമ്മൾ തിയേറ്ററിലാണ് സാധാരണ ബ്ലോക്ക് ബസ്റ്റർ എന്ന് നമ്മൾ പറയാറുള്ളത്, പക്ഷേ ഇത് മലയാളം സിനിമയിലെ വൺ ഓഫ് ദ OTT ബ്ലോക്ക് ബസ്റ്ററായി മാറി. അതിന് ഓഡിയൻസ് എല്ലാവരോടും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുവാണ്. ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഭരതനാട്യം കഴിഞ്ഞു, അപ്പൊ ഇനി മോഹിനിയാട്ടം വരുന്നില്ലേ? യെസ്, അത് പറയണ്ടേ? നന്നായി. അശ്വതി എൻ്റെ വളരെ നല്ല ഫ്രണ്ടാണ് കേട്ടോ, അതുകൊണ്ട് അശ്വതി ഇത് ഓർത്തനോട് അതെ, ചോദിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമയിൽ ഈയിടെ അഭിനയിക്കുകയും ചെയ്തു. അതെ അതെ അതെ. ഭരതനാട്യത്തിന്റെ ഒരു സക്സസിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മൾ മോഹിനിയാട്ടം, ഭരതനാട്യത്തിന്റെ സെക്കൻഡ് പാർട്ട് മോഹിനിയാട്ടം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അത് ഏപ്രിൽ 10 അല്ലെങ്കിൽ വിഷു റിലീസായിട്ടാണ് ഇത് വരാൻ പോകുന്നത്. ഹരിഹരൻ സർ എന്നിവിടെ നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഹരിഹരൻ സാറിന് ഈ ഒരു അവസരത്തിൽ പറയാനുണ്ടെന്ന് കേൾക്കാം. സർ പ്ലീസ്. യാദൃശ്ചികമായിട്ടാണ് ഞാൻ സൈജു കുറുപ്പിന് ഇങ്ങനെ ഒരു അവാർഡ് ഉണ്ടെന്നുള്ളത് അറിഞ്ഞിട്ടുള്ളത്. അത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. മയൂഖം എന്ന് പറഞ്ഞ പടത്തിൻ്റെ റെക്കോർഡിങ്ങിന് നമ്മുടെ MG ശ്രീകുമാർ വന്നപ്പോൾ MG ശ്രീകുമാർ എന്നോട് ചോദിച്ചു, ആരാണ് ഇതിലെ ഹീറോ? ഞാൻ പറഞ്ഞു, പുതിയ ആളെ ഇടുന്നുള്ളൂ, പുതിയ ആളെ കിട്ടിയിട്ടില്ല. അതെങ്ങനെയുള്ള ആളായിരിക്കണം സാർ? അപ്പം ഞാൻ ആ ക്യാരക്ടറിൻ്റെ സ്വഭാവവും എക്സ്പീരിയൻസും ഇതൊക്കെ പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പം ഒരു ചെറുപ്പക്കാരൻ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ പറഞ്ഞു, എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് MG ശ്രീകുമാറാണ്. ഞാൻ എയർടെലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇങ്ങനൊരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ സിനിമാ നടനാവാൻ ആഗ്രഹിച്ചിരുന്നോ? എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. പിന്നെ എന്തിനു വന്നു? MG ശ്രീകുമാർ പറഞ്ഞോട്ട് വന്നതാണ്. അത് ശരി, ഞാൻ നിങ്ങളെ വിളിക്കാം ഒരു ടെസ്റ്റിന്. അങ്ങനെ ഇയാൾ ടെസ്റ്റിന് വിളിച്ചു, കോഴിക്കോട്ട് എൻ്റെ വീട്ടിലേക്ക് ടെസ്റ്റിന് വിളിച്ചു. കുറേ ലെങ്തി ഡയലോഗ് കൊടുത്തപ്പം അയാൾ ക്യാമറന് മുമ്പ് എൻ്റെ പുറകെ വന്ന് ചോദിച്ചു, അല്ല സാർ ഇത്രയും ലെങ്തി ആയിട്ട് എടുക്കണോ? കട്ട് ചെയ്ത് എടുത്തൂടെ? പിന്നെ ഞാൻ പറഞ്ഞു, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം, നീ സംവിധാനം ഒന്നും എന്നെ പഠിപ്പിക്കണ്ട, നീ അഭിനയിക്കാൻ നോക്കും എന്നൊക്കെ പറഞ്ഞങ്ങനെ. പിന്നെ ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞു, ഇതാണ് എൻ്റെ ഹീറോ. ഞാൻ ലാപ്ടോപ്പ് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇയാൾ ഈ പടത്തിൽ അഭിനയിക്കുന്നത്. അയാൾ സിനിമയിൽ അഭിനയിച്ച പോലെ തന്നെ ഒരു നിയോഗമാണ് ഈ അംഗീകാരം സൈജു കുറുപ്പ് എൻ്റെ സാന്നിധ്യത്തിൽ വാങ്ങുന്നത്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. താങ്ക്സ് സോ മച്ച്. കയ്യിലിരിക്കുന്ന അവാർഡിനെ കഴിഞ്ഞ് വലിയൊരു അവാർഡായിരുന്നു അല്ലേ? അതെ അതെ, ഡെഫിനറ്റ്ലി. അപ്പൊ ഒരുപാട് സന്തോഷം. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ടീം ഭരതനാട്യം. മോഹിനിയാട്ടം ഇതിലും വലിയ ഒരു സക്സസ് ആവട്ടെ, തിയേറ്ററിൽ തന്നെ ഒരു ഹ്യൂജ് ഇമ്പാക്ട് ഉണ്ടാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ടീം ഭരതനാട്യം. നമ്മൾ നെക്സ്റ്റ് കാറ്റഗറി അവാർഡ്സിലേക്ക് കടക്കുകയാണ്. ഇനി നമ്മൾ പുരസ്കാരം നൽകി ആദരിക്കാൻ പോകുന്നത് ദ ബെസ്റ്റ് വെബ് സീരീസ് ഒറിജിനൽ ആണ്. പുരസ്കാരം നൽകുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി ഏറെ ബഹുമാനത്തോടെ ശ്രീകണ്ഠൻ നായർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സൈറ്റേഷൻ നൽകി ആദരിക്കുന്നതിന് വേണ്ടി മിസ്റ്റർ ജോയ് വിജി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കീ ഐസ്ക്രീംസ്, അദ്ദേഹത്തിനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Best Web Series Original. The award goes to Kerala Crime Files Season 2. Inviting director Ahmed Kabir on stage. ഇന്ത്യൻ വെബ് സീരീസുകൾ ലോക ശ്രദ്ധ ആകർഷിച്ചു തുടങ്ങുന്ന ഈ ഒരു സമയത്തില് മലയാളത്തിൽ നിന്ന് ഗംഭീരമായൊരു വെബ് സീരീസ് ഒരുക്കിയ അഹമ്മദ് കബീറിനാണ് ഈ ഒരു പുരസ്കാരം. സൈറ്റേഷൻ നൽകുന്നതിനായി ക്ഷണിക്കുന്നു മിസ്റ്റർ ജോയ് വിജയ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കീ ഐസ്ക്രീംസ്. സോ അഹമ്മദ് കബീർ, എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്? താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫ്ലവേഴ്സ്. ഇത് KCF 2 കിട്ടുന്ന ആദ്യത്തെ അവാർഡാണ്, അതുകൊണ്ട് ഇത് സ്പെഷ്യലാണ്. വേറൊരു കാര്യം, വെബ് സീരീസിനും മൂവീസിനെ പോലെ തന്നെ ഒരു വാല്യൂ കൊടുത്ത്, ഒരു കാറ്റഗറി കൊടുത്ത് ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു അവാർഡ്സിൽ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് എ ലോട്ട്. പിന്നെ ഇത് എൻ്റെ ഫുൾ ടീമിന് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. സോ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. Congratulations Ahmed once again and thank you so much sir. You can
അതിലൊതുമോ ആരും കാണാതെന്നുള്ളിൽ ഓരോ മോഹം പൂക്കുമ്പോൾ ഈണത്തിൽ പാടി പൂങ്കുയിൽ കുഞ്ഞാറ്റ പെണ്ണിനൊടുക്കാൻ കുടമുല്ലക്കോടിയുമായി കൂകിയും കുറുകിയും വായോ. കൂന്തലടിച്ചിട്ടെന്നെ പൂമ്പട്ടു പുതയ്ക്കും പുന്നാര തൂമണി മുത്തേ നീ വരും മഴയോലും മഞ്ഞല്ലേ മുളയോല കൂടല്ലേ അഴകോലും മിഴിയോരം കുളിരൂറും കനവല്ലേ മണവാളൻ വന്നു വിളിച്ചാൽ നാണം കൊള്ളും മനസ്സല്ലേ. ഇനി നമ്മുടെ ഇവന്റ് പാർട്ട്നേഴ്സിന് മൊമെന്റോ നൽകി ആദരിക്കുകയാണ്. മൊമെന്റോ നൽകുന്നതിനായി ഏറെ ബഹുമാനത്തോടെ ശ്രീകണ്ഠൻ നായർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. We would like to thank our event partner Kerala Tourism. മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിനായി സ്വാഗതം ചെയ്യുന്നു ശ്രീകുമാർ ജി, ഡെപ്യൂട്ടി ഡയറക്ടർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം, ഡിസ്ട്രിക്ട് ഓഫീസ്, എറണാകുളം. ഫ്ലവേഴ്സിന്റെ സിഇഒ ശ്രീ സന്തോഷ് നായർ, സന്തോഷ് ജെ നായർ അദ്ദേഹത്തെ കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ഒരു അസോസിയേഷന് നമ്മളൊരു മൊമെന്റോ നൽകി നമ്മുടെ സ്നേഹം അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നമ്മൾ അടുത്ത അവാർഡ് കാറ്റഗറിയിലേക്ക് കടക്കുകയാണ്. ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ഫിലിം കാറ്റഗറി. അവാർഡ് നൽകുന്നതിന് വേണ്ടി നിരവധി സിനിമകളിലൂടെ, കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ എല്ലാം പ്രിയ താരമായി മാറിയ ഒരു വ്യക്തിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏറെ സ്നേഹത്തോടെ നമ്മുടെ സ്വന്തം ഇന്ദ്രൻ ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പുരസ്കാര ജേതാവിന് സൈറ്റേഷൻ നൽകി ആദരിക്കാൻ വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മിസ്റ്റർ രഞ്ജു ജോർജ്, അമൃതവേണിയുടെ മാർക്കറ്റിംഗ് ഹെഡ്. മിസ്റ്റർ രഞ്ജു ജോർജിനെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി വിന്നറിനെ അനൗൺസ് ചെയ്യാനായിട്ടുള്ള സമയമാണ്. ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് Durga C. Vinod for the movie Loka.
ലോക എന്ന ചിത്രത്തിലെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച മിടുക്കിക്കുട്ടി ദുർഗയാണ് വേദിയിലേക്ക് വരുന്നത്. ഇന്ദ്രൻ സേട്ടൻ ആ ഒരു പുരസ്കാരം ദുർഗയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഫ്ലവേഴ്സ് എന്റർടൈൻമെന്റ് അവാർഡ്സ് 2026 മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം സൈറ്റേഷൻ നൽകുന്നതിനു വേണ്ടി ശ്രീ രഞ്ജു ജോർജ്, മാർക്കറ്റിംഗ് ഹെഡ്, അമൃതവേണിനെ ക്ഷണിക്കുന്നു. അതെ, ദുർഗക്കുട്ടി ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് നേടിയിരിക്കുകയാണ്. അതും ഇത്രയും വലിയൊരു കലാകാരന്റെ കയ്യിൽ നിന്നാണ് അവാർഡ് സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ് മോൾക്ക് ഈ സമയം പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം സന്തോഷത്തിലാണ് ഞാനിങ്ങനെ ഒരു വേദിയിൽ നിൽക്കുന്നത്. പറയാൻ പോലും വാക്കുകൾ കിട്ടില്ല, അത്രയധികം സന്തോഷമുണ്ട്. എനിക്ക് ഫ്ലവേഴ്സ് ചാനലിൻ്റെ വക ഇത്രയും വലിയൊരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അത്രയധികം എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. അപ്പോൾ എന്തായാലും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് കിട്ടിയത് തന്നെ ഏറ്റവും ഒരു വിശിഷ്ട വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് എനിക്ക് ഒരു പുരസ്കാരം കിട്ടിയത്. അതിന് ഞാൻ അത്രയും സന്തോഷം പറയണു. പിന്നെ ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടാവും. പിന്നെ ആയുസ്, ആരോഗ്യം, സമൃദ്ധി, സന്തോഷം, നിങ്ങൾക്ക് ജീവിതം മൊത്തം സന്തോഷമാവട്ടെ. താങ്ക് യു. മിടുക്കി, നല്ല അസലൊരു സ്പീച്ചൊക്കെ പഠിച്ചിട്ടാണോ വന്നത്, അതോ ഇപ്പൊ അങ്ങ് പറഞ്ഞതാണോ സ്പോണ്ടേനിയസ് ആയിട്ട്? അതെ, എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോഴേക്ക് സന്തോഷമൊക്കെ കൂടിയിട്ട് പറഞ്ഞതാണ്. ഇന്ദ്രൻ ചേട്ടാ, എന്താണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത്? ആദ്യം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒരുപാട് സന്തോഷം. സന്തോഷമുള്ള കാര്യമല്ലേ ഇതുപോലെ അവരുടെ ഒക്കെ ഒരു തുടക്കം സമയത്തൊക്കെ ഇങ്ങനെ ഒരു സമ്മാനം കിട്ടുക. അവൾ മനസ്സിൽ കുറേ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ. വളരെ സന്തോഷം, വലിയൊരു പ്രചോദനമാണത്. പിടിക്കുക. അപ്പൊ ദുർഗ, വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻ. ഇന്ദ്രൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ആൻഡ് മിസ്റ്റർ രഞ്ജു, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും നേരുന്നു. പ്ലീസ് ബി സീറ്റഡ്. ഇനി നമ്മുടെ അടുത്ത അവാർഡിലേക്ക് കടക്കുകയാണ്. സ്പെഷ്യൽ മെൻഷൻ. ഈ ഒരു അവാർഡ് നൽകുന്നതിന് വേണ്ടി ഏറെ ബഹുമാനത്തോടെ ശ്രീ ഗോകുലം ഗോപാലൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അവർ വെരി ഓൺ ചെയർമാൻ ഗോകുലം ഗോപാലൻ സർ. സൈറ്റേഷൻ നൽകുന്നതിന് വേണ്ടി ഏറെ സ്നേഹത്തോടെ സ്കി ഐസ്ക്രീംസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിസ്റ്റർ ജോയ് വിജയ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്പെഷ്യൽ മെൻഷൻ പുരസ്കാരമാണ് ഫോർ ദ മൂവി പൊന്മാൻ. ആൻഡ് ഈ പുരസ്കാരം സ്വീകരിക്കാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു വിനായക അജിത്. Special mention for the movie പൊന്മാൻ. പുരസ്കാരം നൽകുന്നതിനായി ഗോകുലം ഗോപാലൻ സാറിനെ ക്ഷണിക്കുന്നു. മിസ്റ്റർ ജോയ് വിജി അദ്ദേഹത്തിന് സൈറ്റേഷൻ നൽകി ആദരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ സർ. എന്താണ് ഈ അവസരത്തിൽ സാറിന് പറയാനായിട്ടുള്ളത്? ലെറ്റ്സ് ഹിയർ ഹൗ യു ആർ ഫീലിംഗ്. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു അവാർഡ് കിട്ടിയതിൽ. പൊന്മാന പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അവാർഡ് കിട്ടുന്നത്. അവാർഡ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എന്നെ ബിസിനസ് രംഗത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഈ രംഗത്ത് എത്തിക്കാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ് എൻ്റെ ചെയർമാൻ. അദ്ദേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ ഫ്ലവേഴ്സ് ചാനൽ ഇങ്ങനൊരു അവാർഡ് തന്ന് ഈ അവാർഡ് വാങ്ങിക്കാൻ ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത പൊന്മാൻ്റെ ഒരു ടീമുണ്ട്. എല്ലാവർക്കും, വേദിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. ഗോപാലൻ സർ, എന്താണ് നമ്മുടെ എന്റർടൈൻമെന്റ് അവാർഡ്സിന്റെ വേദിയിൽ നിൽക്കുമ്പോൾ പറയാനുള്ളത്? എല്ലാം നല്ല കലാകാരന്മാർ ലോകത്തിൽ എല്ലാവരും ഉണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ നല്ല കലാകാരന്മാരുണ്ട്. അവരൊക്കെ അവരെ കഴിവുകൾ തെളിയിക്കുക, അവർ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും അവാർഡ് കിട്ടുമെന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും ഈ അവാർഡ് കൊടുക്കുന്നത് തീർച്ചയായും അവരെ ഒരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇതാണ്. എന്തെങ്കിലും ഒരു കലാപരമായ കഴിവുള്ള ഒരാൾക്ക്
അവരൊരു അവാർഡ് കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു ദൗത്യമാണ്. അന്ന് അജിത്തിന് ഞാൻ അവാർഡ് കൊടുത്തു. പക്ഷേ എന്നെ വളരെ കൊല്ലങ്ങൾ മുമ്പ് എനിക്കറിയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. വ്യവസായത്തിൽ നിന്ന് കൂടി സിനിമയിൽ എത്തിയവരാണ്. അങ്ങനെയുള്ള ആൾ പ്രത്യേകിച്ചും എത്രയോ ധനം ഇത് നഷ്ടപ്പെടുത്തിയിട്ടാണ് ചില സിനിമകളൊക്കെ അവരെടുക്കുന്നത്. ആ നഷ്ടപ്പെടുത്തിയാലും ഇത് വിജയിക്കും. അതായത് ഈ നഷ്ടപ്പെടുത്തുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇതിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുമ്പോൾ അവരുടെ കുടുംബം രക്ഷപ്പെടുമ്പോൾ അതിലൊരു ചാരിതാർത്ഥ്യം ഈ വ്യവസായികൾക്കുണ്ട്. അതിൽ പെട്ട ഒരാളാണ് അജിത്ത്. തീർച്ചയായും അത് ഫ്ലവേഴ്സ് അതുകൊണ്ടാണ് അത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കാണിക്കുന്നത്. അങ്ങനെ തന്നെ എത്രയോ ആളുകൾ ഇന്ന് അവാർഡുകൾ വാങ്ങിക്കാൻ വരുന്നുണ്ട്. ഇന്ന് വാങ്ങിക്കുന്ന എല്ലാവർക്കും തന്നെ എൻ്റെ എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ആൻഡ് വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച് ടീം. Is it 66557? Yes. May I speak to Miss Reshma Rakhavendra? No, it's wrong number. നീ എൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ. നീ എൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ. നീ എൻ മധുമതി മലർമിഴി മധുഗണമുതിരും രതിലയ സുഖമായി അമൃതിനു കുളിരായി അഴകിനും അഴകായി ചിറകിനു ചിറകായി ചിരികളിൽ ഉയരായി വാ. നീ എൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ. താളങ്ങളിൽ കാണും സ്വപ്നങ്ങളിൽ സ്വർഗം തീർക്കുന്നുവോ. നീ എൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ. നീ എൻ കണ്ണീരിലും കാറ്റിൻ താരാട്ടിലും കാണും വർണ്ണങ്ങളിൽ ജന്മം തേടുന്നുവോ. നീ എൻ കണ്ണീരിലും കാറ്റിൻ താരാട്ടിലും കാണും വർണ്ണങ്ങളിൽ ജന്മം തേടുന്നുവോ. നീ എൻ പുലരിയിൽ ഉദയം ചിരികളിൽ അമൃതം മൊഴികളിൽ മധുരം മിഴികളിൽ നീലം കുളിരോട് കുളിരായി കുയിലിനു സ്വരമായി കിളിമൊഴി കളമൊഴി വാ. നീ എൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ. നീ എൻ മധുമതി മലർമിഴി മധുഗണമുതിരും രതിലയ സുഖമായി അമൃതിനു കുളിരായി അഴകിനും അഴകായി ചിറകിനും ചിറകായി ചിരികളിൽ ഉയിരായി വാ. നീ എൻ കിനാവോ പൂവോ നിലാവോ രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ. ലാ 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 ലാ. അടുത്ത പുരസ്കാരം ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫിക്കുള്ള പുരസ്കാരമാണ്. പുരസ്കാരം നൽകാനായിട്ടുള്ള വ്യക്തികൾ വേദിയിൽ എത്തിക്കഴിഞ്ഞു. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ആൻഡ് ദി അവാർഡ് ഗോസ് ടു ഷാജി കുമാർ ഫോർ ദ മൂവി തുടരും.
സൈറ്റേഷൻ നൽകുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സഹേദ്രി ബയോ ലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ജെഫിൻ തോമസ്. ഗോപാലൻ സർ, ഹരിഹരൻ സർ രണ്ടുപേരും ചേർന്ന് ആ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് കൈമാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Sir, to present the citation. So best cinematography award winner ഷാജി കുമാറാണ് വേദിയിലുള്ളത്. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? വളരെ സന്തോഷം. വളരെ സക്സസ് ആയ ഒരു സിനിമയുടെ അതിനൊരു അംഗീകാരം എനിക്കും കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിൽ സന്തോഷമില്ല. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത രഞ്ജിത്തേട്ടൻ, തരുൺ മൂർത്തി, ജെയ്റ്റ്സ്, ഗോകുൽദാസ്, എൻ്റെ കൂടെ സഹകരിച്ച എല്ലാവരും എനിക്ക് കിട്ടിയ അവാർഡ് അവർക്കും കൂടി ഷെയർ ചെയ്യുന്ന ഒരു രീതിയിലാണ്. പിന്നെ അതിനേക്കാൾ ഏറ്റവും സന്തോഷം ഈ അവാർഡ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഹരിഹരൻ സാറും ഗോപാല സാറിൻ്റെയും. അങ്ങനെ വളരെ അപൂർവമായിട്ടുള്ള ഈ സായാഹ്നം ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ ഹൃദയത്തിൽ തൊട്ട് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ കാല് പിടിച്ച് പറയുക, പ്ലീസ് പ്ലീസ്, സാറിനെ പറ്റത്തുള്ളൂ, സഹായിക്കണം പ്ലീസ്. ദൈവത്തെ ഓർത്ത് എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. ദൈവത്തെ ഓർത്ത് നീ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണമേ. ഹലോ ഹലോ, എന്താ പരിപാടി? ആദ്യമായിട്ടാണ് ഒരു കള്ള പോലീസുകാരി ഓടിക്കുന്ന കാണുന്നത്. എന്താ പ്രശ്നം? എന്താ? എന്റെ പൊന്നെ അശ്വതി, എന്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി. അശ്വതിക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നേട്ടാ. എന്താടാ, എന്താ ഇത്? അശ്വതി എന്റെ അവസ്ഥ ഒന്ന് അറിയണം. 3 പെങ്ങന്മാരാ എനിക്ക്. ഒരു പെങ്ങളെ കല്യാണം കഴിപ്പിച്ചയച്ചത് ആധാരം പണയം വെച്ചിട്ടാണ്. ആ ആധാരം എനിക്ക് തിരിച്ചെടുത്തിട്ട് വേണം എന്റെ 2 പെങ്ങന്മാരെ കല്യാണം കഴിക്കാൻ. പ്ലീസ് സാറേ, കഷ്ടപ്പാടുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യരുത്, കഷ്ടമുണ്ട് സാറേ. അയ്യോ എന്റെ പൊന്നശ്വതി, അതല്ല കാര്യം. ഇവനെ ഇന്ന് രാവിലെ ഞാൻ ചെറിയൊരു കേസിനെ അറസ്റ്റ് ചെയ്തെന്നുള്ളത് സത്യവാ. ഇന്ന് റിലീസ് ആക്കി വിട്ടതാ. ഇപ്പൊ ഇവന് തിരിച്ച് ജയിലിൽ കയറണമെന്ന്. അതെന്താ? അശ്വതി വാർത്തയൊന്നും കാണത്തില്ലയോ? ഇപ്പൊ ജയിലിൽ താമസിക്കുന്നവർക്ക് 650 രൂപയുണ്ട് സാലറി. അത് മാത്രമല്ല, എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്ത് എക്സ്ട്രാ പൈസ കൊടുക്കണമെന്ന്, ഫുഡും വേറെ. അതെ, നമ്മൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്റെ പെങ്ങന്മാരെയൊക്കെ കല്യാണം കഴിപ്പിക്കാൻ പറ്റുമല്ലോ. പൈസ ഒക്കെ ഉണ്ടായിക്കൊണ്ടേ 2 വർഷം കഴിയുമ്പോഴേ ഇറങ്ങിയാലേ ഭയങ്കര ശല്യമായി. ശല്യം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ജയിലിൽ പോകാം. ജയിലിൽ തിരിച്ചു പോകാനായിട്ട് ഞാൻ എന്താ വേണം ചെയ്യാൻ റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ നീ തിരിഞ്ഞു നോക്കിക്കേ. നീ ആ ഗുഹ കാണുന്നുണ്ടോ? കണ്ടു, ഗുഹ കണ്ടു. ഈ ഗുഹയില് ഒരാളുണ്ട്. നീ എക്കോ കണ്ടിട്ടുണ്ടോ? ഇവരെവിടുത്തെ പോലീസുകാരി അവര്? നിങ്ങൾക്ക് വിവരമുണ്ടോ? എന്തുവാ? എക്കോ കാണാൻ പറ്റുമോ? കേൾക്കാനല്ലേ പറ്റത്തുള്ളൂ. കറക്റ്റ് കേട്ടോ, ഇതാണ് എക്കോ. അതല്ലടാ, എക്കോ എന്ന് പറയുന്ന സിനിമയാ. അതിലെ കുര്യച്ചൻ എന്ന് പറയുന്ന ആള് ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ട് തന്ത്രപൂർവ്വം ഈ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്നത്. അയാളെ പിടിച്ച് തന്നാൽ നിന്നെ ഞാൻ ജയിലിൽ കയറ്റാം. ജയിലിൽ തിരിച്ചു കയറാനേ 1 അല്ല 10 കുര്യച്ചനെ ഞാൻ പിടിച്ചോണ്ട് വരും. കണ്ടോ നിങ്ങള്? കുര്യച്ച, ഞാൻ വരുവാടാം, നിക്കണം. ഇന്ന് കണ്ടോ നിന്നെ? ഇന്ന് ഒരു പാവത്താൻ ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ആ പാവത്തിന് പട്ടി കടിച്ചു കയറിയിട്ടുണ്ടായിരിക്കും. ആ പട്ടിയുടെ ശല്യം തീരട്ടെന്ന് വിചാരിച്ച തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അവനെ കൊണ്ടൊന്നും പറ്റത്തില്ല അശ്വതി ഈ കുര്യച്ചനെ കീഴടക്കാന്. ഇവനെ കാട്ടി തന്ത്രപൂർവ്വം നിൽക്കുന്ന ഒരാളാണ് ആ കുര്യച്ചൻ. അവനെ കീഴ്പ്പെടുത്താൻ പട്ടിപിടുത്തക്കാരിൽ പ്രശസ്തരിൽ ഒരാളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ബേബി. ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. മിസ്റ്റർ ബേബി. നമസ്കാരം. നമസ്കാരമുണ്ട്. കാര്യം പറയാൻ എന്താണ് വിളിച്ചത്? അയ്യോ, കഴിക്കെന്താ പറ്റി? അതല്ല, കഴിക്കെന്താ പറ്റി? കഴിച്ചതാ. തന്നെത്താനെ വിശന്നപ്പോ തന്നെത്താൻ അങ്ങ് തിന്നുവാണോ? തന്നെ തിന്നതല്ല, എന്റെ പട്ടി പിടിച്ച് കടിച്ചതാ. വീട്ടിൽ പട്ടി ഉണ്ടോ? വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാ. അഹങ്കാരി. ഞാൻ യൂണിഫോമിലാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ? താൻ എന്താർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത്? താൻ എന്താർത്ഥത്തിൽ താൻ അങ്ങനെ പറഞ്ഞത്? ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് പറയാൻ പറ്റുന്ന കാര്യമാണോ താൻ ഇങ്ങനെ പറഞ്ഞത്? മേലെ ആവർത്തിക്കാൻ ഞാൻ
എന്റെ വീട്ടിലൊരു പട്ടിക്കുഞ്ഞ് ഞാനും മാത്രമേ ഉള്ളൂ. അതാണ് പറഞ്ഞത്. ഓ അങ്ങനെ. അങ്ങനെ ആ പട്ടിക്കുഞ്ഞിന് ഞാൻ തീറ്റ കൊടുത്ത് ഞാൻ ഈ പട്ടീനെ വലുതാക്കി. എന്തിന്? പിന്നെ വലിയ പട്ടിക്ക് തീറ്റ കൊടുത്ത് ചെറുതാക്കാൻ പറ്റുമോ? സോറി. ചമ്മി. അപ്പൊ ഞാനിങ്ങനെ ഈ പട്ടിയെ വളച്ച് വലുതാക്കി എന്റെ മടിയിലിരുത്തി ഞാൻ ഭക്ഷണം കൊടുക്കായിരുന്നു. ഭക്ഷണം കൊടുത്തപ്പോൾ ഈ സാധനത്തിന്റെ മുഖം ഏതാ ബാക്ക് ഏതാന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലായി പോയി. അതിന് ദേഷ്യം വന്ന് പിടിച്ച് കടിച്ചു. എടോ അതാണ് പഗ്. അതാ പറ്റിപ്പോയി. ഒരു പെഗടിച്ചാ ഇത് കൊടുത്തതേ. ചുമ്മാ അല്ല, ഇയാൾക്ക് കടി കിട്ടണ്ടായിരുന്നു. ഇയാളെ കൊണ്ട് പറ്റുമോ ഈ കുര്യച്ചനെ കീഴ്പ്പെടുത്ത? ഇയാളെ കൊണ്ട് പറ്റുമോ? ഏത് കുര്യച്ചൻ? എടോ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ട് ഒളിച്ചിരിക്കുന്നത് യഥാർത്ഥത്താണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ദേഷ്യം വന്നോട്ടെ, ഞാൻ പിടിച്ചാ കടിക്കാം. ആ കുര്യച്ചൻ പിടിച്ചിരിക്കുന്നു. നിസാരമായിട്ട് പിടിക്കാം. അയാൾക്ക് നിസാരമായിട്ട് അങ്ങോട്ട് ചെന്ന് കയറാൻ പറ്റത്തില്ല. അവിടെ ഒരുപാട് വേട്ട പട്ടികളുണ്ട്, അത് ആക്രമിക്കും. അതിനെ പിടിക്കാനുള്ള അടിപൊളി പട്ടി എന്റെ കയ്യിലുണ്ട്. ഒരു ഉഗ്രം പട്ടി എന്റെ കയ്യിലുണ്ട്. ഉണ്ടോ? പിന്നെ എന്നിട്ട് എന്ത് കാണുന്നില്ലല്ലോ? ഇവിടെ കാണുന്ന സാധനമല്ല. പിന്നെ നിങ്ങളെ പോലെ മറ്റേ കൊടുക്കുന്ന ചാവലപ്പട്ടി പോലത്തെ പട്ടിയൊന്നും അല്ലത്. പിന്നെ ഇത് നല്ല സ്ട്രോങ് പട്ടിയാണ്. റോബർട്ട് പട്ടി. റോബോ പട്ടി? എന്നാ വിളിക്കോട്ടെ. അങ്ങനെ ചുമ്മാ വിളിക്കാൻ പറ്റില്ല. നിങ്ങള് ഇപ്പൊ കണ്ട പട്ടിക്ക് ജിമ്മി എന്ന് പറഞ്ഞ സാധാരണ പേരിടൂലേ? അങ്ങനത്തെ പേരൊന്നും അല്ലത്. നല്ല ഫ്രഷ് പേരാ. വിളിക്കട്ടെ? വിളിച്ചോ. കൈസർ. നല്ല ഫ്രഷാ. ഇത് താൻ പറഞ്ഞ എന്ത് ചെയ്യോ? ഞാൻ പറഞ്ഞ എന്തും ചെയ്യും. ആണോ? അതെ. അശ്വതി എന്തും ചെയ്യുമെന്ന്? ശരിക്കും എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടിയെന്ന്? ഇതൊക്കെ എന്റെ കൂടെ വരും. ഞാൻ പട്ടുപിടുത്തക്കാരനല്ലേ, എന്റെ ഒരു വകുപ്പിൽ കിട്ടിയത്. കൈസർ എല്ലാവരും നോക്കാൻ ഒരു ഹായ് കൊടുത്തേ. പിന്നെ ഒരു കാര്യം ചെയ്യാം. ഇവൻ വന്നല്ലേ ആ ഈക്കോ സിനിമയിലെ അവരേക്ക് വിളിക്കാം. ഈക്കോന്റെ ടീമിനെ വിളിക്കാം. ടീം ഈക്കോ അല്ല വേദിയിലേക്ക് കൈസർ ആൾക്കാർ വരുന്നുണ്ട്. ശാസ്ത്രീയമായിട്ട് നൃത്തം വല്ലതും പഠിച്ചിട്ടുണ്ടോ? നൃത്തം പഠിച്ചത്. നൃത്തം പറഞ്ഞാൽ നൃത്തം ചെയ്യാൻ പറഞ്ഞാൽ നൃത്തം ചെയ്യും. അങ്ങനെ ഒരു വകുപ്പാണിത്. കൈസറേ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയല്ലേ ഈക്കോ? കണ്ടോ ഇഷ്ടപ്പെട്ടേ? അയ്യോ പൊന്നേ, ഇയാളുടെ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ടല്ലോ. ഞാൻ രണ്ടര അടിച്ച് ചെയ്യുമ്പോഴേ ചെയ്യണേ. ഒരു കാര്യം ചെയ്യും, എല്ലാവർക്കും ഷേക്കാൻ കൊടുക്കൂ. അമ്പോ, നമ്മുടെ എക്കോ ടീമിനൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. സൂപ്പർ. മൂവിയുടെ ടീം എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സമയം കുറച്ച് പേരെയും കൂടെ ഞങ്ങളൊന്ന് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മള് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ അടുത്തൊരു പുരസ്കാര ദാനത്തിലേക്കാണ് കടക്കുന്നത്. മികച്ച സ്ക്രിപ്റ്റ് റൈറ്ററിനുള്ള പുരസ്കാരമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഈ പുരസ്കാരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദ്രൻ സേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ദ്രൻ സേട്ട പ്ലീസ്. ഒപ്പം സൈറ്റേഷൻ നൽകുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ ശ്രീകുമാർ ജി, ഡെപ്യൂട്ടി ഡയറക്ടർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം, ഡിസ്ട്രിക്ട് ഓഫീസ്, എറണാകുളം. സർ പ്ലീസ്. മികച്ച സ്ക്രിപ്റ്റ് റൈറ്ററിനുള്ള പുരസ്കാരമാണ് നമ്മൾ നൽകാൻ പോകുന്നത്. ആൻഡ് ഒബ്വിയസ്ലി നമ്മുടെ ടീം ഇവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഇക്കോ ടീമിൽ നിന്ന് തന്നെ നമ്മുടെ സ്വന്തം സ്ക്രിപ്റ്റ് റൈറ്റർ ബാഹുൽ രമേശ് ആണ് ആ ഒരു പുരസ്കാരം സ്വന്തമാക്കുന്നത്. The award for the best script writer, Bahul Ramesh, for the movie Echo. സൈറ്റേഷൻ നൽകുന്നതിനായി ശ്രീകുമാർ സാറിനെ ക്ഷണിക്കുന്നു. എക്കോ എന്ന സിനിമ വീണ്ടും റീവാച്ച് ചെയ്താൽ നമുക്കിപ്പോഴും ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് കിട്ടും. കാരണം അത്രയും ലെയേർഡ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആണ്. ആൻഡ് ഹിയർ വി ഹാവ് ദ മാൻ ബിഹൈൻഡ് ദ സ്ക്രിപ്റ്റ്. എന്താണ് പറയാനായിട്ടുള്ളത്? ഇത് എഴുതി കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒരു സിനിമയാക്കാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നാണ് ആഗ്രഹിച്ചത്. അങ്ങനെ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നായിരുന്നു ആഗ്രഹിച്ചത്. കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ഇറക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, എങ്ങനെയെങ്കിലും ഇതൊന്നും ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം പൂർത്തിയാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു.
ഇത് ഇറങ്ങിയ ഘട്ടത്തിൽ ഇത് കാണാൻ ആരെങ്കിലും വന്നാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ചു. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ അത്രം വരെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ആഗ്രഹിച്ചതിനേക്കാളും അപ്പുറത്തുള്ള മേലെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കെയർ ഓഫിൽ ഇവിടെ നിൽക്കാൻ പറ്റിയുള്ള സന്തോഷമുണ്ട്. ആ സന്തോഷം കൂട്ടുന്ന വേറെ 2 ഫാക്ടേഴ്സ്, ഒന്ന് സുഖത്തിലും ദുഃഖത്തിലും കഷ്ടപ്പാടിലും എല്ലാത്തിലും കട്ടയ്ക്ക് കൂടുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, ബന്ധുക്കളായിട്ട് തന്നെയുള്ള എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പോലെ എനിക്ക് അത്രയും ഡിയറസ്റ്റ് ആയിട്ടുള്ള എൻ്റെ അടുത്ത ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്. ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാഫിക്ക, പ്രൊഡ്യൂസർ ജയറാമേട്ടൻ, അഹമ്മദ് ക, അർജുൻ രാധാകൃഷ്ണൻ, ഇന്ദ്രൻ സേട്ടൻ. എൻ്റെ ഇന്ദ്രൻ സേട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഈ റെക്കഗ്നേഷൻ വാങ്ങാനും പറ്റി. സോ താങ്ക് യു, ഫുൾഫിൽഡ്, ഹാപ്പി. യെസ്, അപ്പോൾ താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ ടീം എക്കോ. ഇതുപോലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള അമേസിംഗ് ക്ലൈമാക്സുകളുമായിട്ടുള്ള സിനിമകൾ ഇനിയും മലയാളത്തിൽ സംഭവിക്കട്ടെ. താങ്ക് യു സോ മച്ച്. Moving on to the next award, Best Popular Singer Male. Popular Singer Male എന്നുള്ള അവാർഡ് നൽകുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇൻവൈറ്റിംഗ് ഓൺ സ്റ്റേജ് ആർ ഡിയർ ബേസിൽ ജോസഫ്. The popular singer male ആരായിരിക്കും അത്? വിത്തൗട്ട് എനി ഡൗട്ട് നമുക്ക് ആ പേരങ്ങട് അനൗൺസ് ചെയ്യാം അല്ലേ? കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മളുടെ യുവാക്കൾക്കിടയിൽ തരംഗം സൃഷ്ടിച്ച the one and only ഹനാൻ ഷാ. Popular singer male, the immensely talented singer Hanan Shah. Basil, please do the honors. സൈറ്റേഷൻ നൽകുന്നതിനായി അനശ്വര ജ്വല്ലേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ്സിനെ സ്വാഗതം ചെയ്യുന്നു. രാജൻ അനശ്വര, മാനേജിംഗ് ഡയറക്ടർ, അനുരാജ് രാജൻ ആൻഡ് ത്രീന അനുരാജ്, ഡയറക്ടേഴ്സ്. ഹനാൻ, എന്താണ് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്? ലെറ്റ്സ് ഹിയർ ഫ്രം ദ വിന്നർ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഫ്ലവേഴ്സ് ടിവിനോട് താങ്ക്സ് പറയണു ഇങ്ങനൊരു അവാർഡ് തന്നതിൽ. അതുപോലെ തന്നെ ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ നിന്ന് ഒരു അവാർഡ് വാങ്ങാൻ പറ്റിയതിൽ സന്തോഷം. എനിക്ക് എസ്പെഷ്യലി താങ്ക്സ് പറയാനുള്ളത് എന്നെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവന്ന ആൾക്കാരുടെ ലിസ്റ്റിൽ ഏറ്റവും ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരാൾ ഇവിടെ ഇത് ഇരുന്ന് കാണുന്നുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ജെയ്ക് ചേട്ടൻ. അപ്പോൾ ബിഗ് താങ്ക്സ് ജെയ്ക് ചേട്ടനും. അതുപോലെ തന്നെ ഡൊമിനിക് ചേട്ടൻ. സിനിമ കാര്യങ്ങളൊക്കെ ഞാൻ പാടിയത് വളരെ കുറവായിരുന്നു. വലിയ സിനിമകളിലൊന്നും പാടാത്ത എന്നെ പെട്ടെന്ന് പിടിച്ച് ജെയ്ക് ചേട്ടൻ പാടിപ്പിച്ചത് ഏറ്റവും വലിയ സിനിമയിലായിപ്പോയി ലോക. സോ ബിഗ് താങ്ക്സ് ജെയ്ക് ചേട്ടനും ഡൊമിനിക് ചേട്ടനും എല്ലാവരോടും ബിഗ് താങ്ക്സ്. അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. ഒരുപാട് സന്തോഷം. ഇനി അടുത്ത അവാർഡിലേക്ക് കടക്കുകയാണ്. ദി അവാർഡ് ഇസ് ഫോർ ബെസ്റ്റ് പോപ്പുലർ ഫിലിം ഡയറക്ടർ. ഈ പുരസ്കാരം നൽകുന്നതിന് വേണ്ടി ഏറെ ബഹുമാനത്തോടെ ജോണി ആന്റണി ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദി ഇമ്മൻസ്ലി ടാലന്റഡ് ആക്ടർ ആൻഡ് ഡയറക്ടർ ജോണി ആന്റണി. സൈറ്റേഷൻ നൽകുന്നതിന് വേണ്ടി സ്വയംവര സിൽസിൽ നിന്നും മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് ശങ്കരൻകുട്ടി സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യെസ്, അപ്പൊ ഇനി പുരസ്കാരം ആർക്കാണെന്നുള്ളത് അനൗൺസ് ചെയ്യാനുള്ള സമയമാണ്. ദി ബെസ്റ്റ് പോപ്പുലർ ഫിലിം പുരസ്കാരം ഏറ്റുവാങ്ങാൻ സംവിധായകനെ സ്വാഗതം ചെയ്യുന്നു. ഡയറക്ടർ ഡൊമിനിക് അരുൺ ഫോർ ദ മൂവി ലോക. Best Popular Film Director, here we are recognizing Dominic Arun, director of the blockbuster movie Loka. മൊമെന്റ് നൽകുന്നതിനായി ജോണി ആന്റണി ചേട്ടനെ ക്ഷണിക്കുന്നു. മലയാള സിനിമയുടെ അഭിമാനമായി മാറിയ സിനിമ ലോക, the movie that took Malayalam cinema to a national level audience. Here we are presenting the citation to director Dominic Arun. Yes, Dominic, the moment is yours. താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം
ഏതൊരു സംവിധായകനും ഒരു സിനിമ ചെയ്യുമ്പോൾ അത് അത്യാവശ്യം പോപ്പുലർ ആവണം, ഓഡിയൻസിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് എല്ലാവരും സിനിമ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു സിനിമ എത്തുകയും അതൊരു അംഗീകാരം കിട്ടുകയും ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം ഐ ഷുഡ് താങ്ക് ഫ്ലവേഴ്സ് ആൻഡ് ഇങ്ങനെ ഒരു സിനിമയെ ബാക്ക് ചെയ്യാൻ വെയ്ഫെയർ കാണിച്ച ധൈര്യവും ആൻഡ് ദ ഹോൾ ക്രൂ ആൻഡ് കാസ്റ്റ് ഹു സ്റ്റുഡ് ബിഹൈൻഡ് ദ ഫിലിം. സോ ഐ ഹാവ് ടു താങ്ക് എവരിബഡി ഓഫ് ദം. താങ്ക് യു. ജോണി ആന്റണി ചേട്ടാ, ഈ വർഷത്തെ മികച്ച പോപ്പുലർ സിനിമയുടെ ഡയറക്ടറിനുള്ള അവാർഡ് കൊടുത്തു നിൽക്കുമ്പോൾ എന്താണ് പറയാനായിട്ടുള്ളത്? വളരെ സന്തോഷം തോന്നുന്നു. കാരണം എല്ലാം തികഞ്ഞ ഒരു സിനിമയായിരുന്നു, ലോകം മുഴുവൻ ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. അത് വലിയ കാര്യമാണ്. അതൊരു സിനിമ മേക്ക് ചെയ്യുക, കാരണം അവതരണത്തിലാണ് ആ സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ. അത് ഭയങ്കര ഗംഭീരമായിട്ട് എനിക്ക് ഡൊമിനിക്കിനെ അറിയാം. ഡൊമിനിക്ക് നമ്മുടെ ഡയറക്ടേഴ്സ് ക്രിക്കറ്റ് ടീമിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. വളരെ സൈലൻ്റായിട്ട് ഇങ്ങനെ വാച്ച് ചെയ്ത് നിൽക്കുന്ന എനിക്ക് ഒരാളാണ്. ഒരു സിനിമ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇല്ല, തരംഗം. ഡൊമിനിക്കിൽ നിന്ന് തീർച്ചയായിട്ടും എന്തൊക്കെയോ വരാൻ പോകുന്നുണ്ടെന്ന് നമുക്ക് അന്നൊരു തോന്നിട്ടുണ്ട്. ഇത്ര ഗംഭീരമായിട്ട് ഡൊമിനിക് അത് പ്രസൻറ്റ് ചെയ്തു, അത് യാഥാർത്ഥ്യമാക്കി. ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് ഡൊമിനിക്കിന് ഈ അവാർഡ് എൻ്റെ കൈ കൊണ്ട് കൊടുക്കാൻ സാധിച്ചതിൽ. എനിക്ക് തോന്നുന്നു ഒരു തലമുറയിൽപ്പെട്ട ഓരോരുത്തരും നമ്മൾ കേരളം കൊണ്ട് മാത്രം നിൽക്കുന്നവർ, പുറത്തു പോകുന്നവർ, അന്യഭാഷകളിൽ സംവിധാനം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ ഏത് ഭാഷയിലും ഏത് രീതിയിലുള്ള, അത് വേണമെങ്കിൽ അത്യാവശ്യം ഹോളിവുഡിലേക്ക് വരെ ശ്രദ്ധ തിരിക്കാവുന്ന ഒരു പ്രതിഭയാണ് ഡൊമിനിക്. എന്തായാലും ഒത്തിരി സന്തോഷം. എൻ്റെ നാക്ക് പൊന്നാവട്ടെ എന്ന് ഞാൻ തന്നെ പറയുകയാണ്. അപ്പോൾ സന്തോഷം. നന്നായിരിക്കട്ടെ മോനെ. Thank you so much, John Chetta, and once again, congratulations. Thank you once again for giving us Loka. ഇനി അടുത്ത അവാർഡിലേക്ക് കടക്കുകയാണ്. ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ. ഈ അവാർഡ് നൽകുന്നതിന് വേണ്ടി വേദിയിലേക്ക് ഏറെ ബഹുമാനത്തോടെ ഔസേപ്പ് ബച്ചൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. The legendary music director ഔസേപ്പ് ബച്ചൻ sir, please come on stage. സൈറ്റേഷൻ നൽകാൻ വേണ്ടി ഓൺ ബിഹാഫ് ഓഫ് അവർ സ്പോൺസർ ജോസ്കോ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീകണ്ഠൻ സാർ ജോയിൻ ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ, ദ അവാർഡ് ഗോസ് ടു ജേക്സ് ബിജോയ്. തുടരും ലോക എന്നീ സിനിമകൾക്കാണ് അവാർഡ് നേടിയിരിക്കുന്നത്. ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ജേക്സ് ബിജോയ്. ഔസേപ്പച്ചൻ സർ, പ്ലീസ് പുരസ്കാരം നൽകി ആദരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജോസ്കോ ജുവലേഴ്സിന് വേണ്ടി സൈറ്റേഷൻ നൽകുന്നതിന് ശ്രീകണ്ഠൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് വിന്നറിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. 2025 is definitely his year. ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. യെസ്, ഓ ടു യു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, റിട്ടയർ ചെയ്യാനാണെങ്കിൽ സാർ റിട്ടയർഡ് ആണെന്നല്ല പറയുന്നത്, പക്ഷെ സാറിന്റെ പ്രായത്തിൽ ഇങ്ങനെ ഇങ്ങനെ സിനിമകൾ ചെയ്ത് പോയാൽ മതി എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. സാർ യു ആർ ട്രൂലി എ മോട്ടിവേഷൻ ഫോർ ഓൾ ഓഫ് us. ആദ്യത്തെ സിനിമ തൊട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം വരെ എല്ലാ സിനിമയിലും ഞാൻ ഒരേ എഫേർട്ടാണ് കൊടുക്കുന്നത്. ഐ ഗിവ് മൈ ബെസ്റ്റ് ഫോർ ഓൾ ദീസ് ഫിലിംസ്. പക്ഷെ കഴിഞ്ഞ കൊല്ലം എനിക്ക് ഇത്രയും എന്താ പറയാ, ജീവിതത്തിലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. കാരണം സം റിയലി ഗുഡ് സ്ക്രിപ്റ്റ്സ് കെയിം ടു മീ. തുടരും ആൻഡ് ലോക, അതിൽ രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്. ദ ക്യാപ്റ്റൻസ് തരുൺ മൂർത്തി ആൻഡ് ഡൊമിനിക് അരുൺ. താങ്ക് യു സോ മച്ച് ഗൈസ്. ഐ ഹാഡ് സം ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ്സ് വർക്കിംഗ് വിത്ത് യു. അതുപോലെ തന്നെ എന്നെ ഈ പടത്തിലോട്ട് ഇൻവൈറ്റ് ചെയ്ത രഞ്ജിത്ത് ഏട്ടൻ, കൂടെ നിന്ന് ഷാജി ഏട്ടൻ, പ്രകാശ് ഏട്ടൻ, ആൻഡ് ഒബോൾ ലാലേട്ടൻ, DQ, ജോം, ആൻഡ് എവ്രിബഡി ഓഫ് ഓൾ ദീസ്. ഈ രണ്ട് സിനിമയ്ക്കാണ് എനിക്ക് കിട്ടിയത്. ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് ഇവരോട് ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ വർഷവും നല്ല കുറച്ച് പാട്ടുകളും സ്കോഴ്സ് നിങ്ങളോട് കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് അഗൈൻ ഫോർ ദിസ് അവാർഡ്. ഔസേപ്പച്ചൻ സർ, എന്താണ് ജേക്സിന്റെ മ്യൂസിക്കിനെ കുറിച്ച് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട്? ജേക്സിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. നേരത്തെ ആ വാചകം കൂടെ ആരോ വേറെ എന്തിനെ കുറിച്ച് പറഞ്ഞു, അതെന്നെ റിപ്പീറ്റ് ചെയ്യാം. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു സംഗീത സംവിധായകനാണ്. അതുമാത്രമല്ല, എങ്ങനത്തെ പാട്ടായാലും എന്ത് അടിപൊളി എന്തായാലും അതിലൊരു ക്വാളിറ്റി കൊണ്ടുവരാൻ ജേക്സിന് സാധിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയത്. പിന്നെ ട്രെൻഡ് സോങ്സ് ഉണ്ടാക്കുമ്പോഴും നമ്മുടെ മലയാളികൾക്ക് കാതിന് ഇമ്പം നൽകുന്ന, നമ്മൾക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന പാട്ടുകൾ ജേക്സിൽ നിന്ന് ഒരുപാട് ജനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജേക്സിനെ ഒരു സ്പെഷ്യൽ എൻ്റെ അപ്രീസിയേഷൻ തരികയാണ്. ആൻഡ് കീപ് ഇറ്റ് അപ്പ്, ഓൾ യുവർ കമ്പോസിഷൻസ്. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ശ്രീകണ്ഠൻ നായർ സാർ, താങ്ക് യു ഫോർ ഗിവിംഗ് ഹിം ദിസ് അവാർഡ്. ഓക്കെ, താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. അടുത്ത അവാർഡിലേക്ക് കടക്കുകയാണ്. ബെസ്റ്റ് ഡയറക്ടർ.
ബെസ്റ്റ് ഡയറക്ടറിന് സൈറ്റേഷൻ നൽകുന്നതിന് വേണ്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കി ഐസ്ക്രീംസ് മിസ്റ്റർ ജോയ് വിജയ്. ഫ്ലവേഴ്സ് എന്റർടൈൻമെന്റ് അവാർഡ്സിലെ ബെസ്റ്റ് ഡയറക്ടർ പുരസ്കാരം സ്വന്തമാക്കുകയാണ് തരുൺ മൂർത്തി ഫോർ ദ മൂവി തുടരും. പുരസ്കാരം നൽകുന്നതിനായി ലെജൻഡറി ഡയറക്ടർ ഹരിഹരൻ സാറിനെ ക്ഷണിക്കുന്നു. Requesting Joy sir to present the citation. Tarun Murthy, this is your moment. What do you have to say? ഒരുപാട് സന്തോഷം. കഴിഞ്ഞ വർഷം തുടരും എന്ന് പറയുന്ന സിനിമ ഏപ്രിൽ 25 ഇറങ്ങിയ അന്ന് മുതൽ ആ സിനിമയുടെ കൊമേഴ്ഷ്യലിയും ക്രിട്ടിക്കലിയും ഉള്ള എല്ലാ സന്തോഷങ്ങളും ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ആസ് എ ടീം ഇങ്ങനെ യാത്രകൾ ചെയ്ത് തുടർന്നുകൊണ്ടിരിക്കുക. ആ പേര് ഭയങ്കര ഭാഗ്യമുള്ളൊരു പേരാണ്. കാരണം തുടരും എന്ന് നമ്മളിടുമ്പോൾ ഒരുപാട് വട്ടം ചിന്തിച്ചിരുന്നു, വേണോ വേണ്ടയോ, ആദ്യം ഒന്ന് ഇട്ടു, പിന്നെ വേണ്ടാന്ന് വെച്ചു, പിന്നെ അവസാന നിമിഷം ലാൽ സാറാണ് പറഞ്ഞത് ഒരു മാറ്റവും വേണ്ട, തുടരും തന്നെയാണ് ഈ സിനിമയുടെ പേരെന്ന് പറഞ്ഞു. അപ്പം ആ പേര് പോലെ തന്നെ അങ്ങനെ തുടരുന്നൊരു യാത്ര, തുടരുന്ന സൗഹൃദങ്ങൾ, തുടരുന്ന ചർച്ചകൾ. ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടരുമിൻ്റെ ഈ അവാർഡ് വാങ്ങാൻ വേണ്ടി വരുന്നത് തന്നെ തുടരിനു വേണ്ടി ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന്, നിന്ന ഹോട്ടലിൽ നിന്ന്, ഹോട്ടൽ മുറിയിൽ നിന്ന് അതേ സിനിമാറ്റോഗ്രാഫറും അതേ ഡയറക്ടറും ഒരേ വണ്ടിയിൽ വരുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അതൊരു വല്ലാത്ത സിനിമയുടെ ഒരു മാജിക് ഉണ്ട്. അപ്പം താങ്ക് യു ലാൽ സാറിന്, രഞ്ജിത്തേട്ടന്, പ്രകാശ് ചേട്ടന്, ജെയ്ക്സിന്, ഷായി ചേട്ടന്, പിന്നെ എൻ്റെ ഡയറക്ഷൻ ടീമിന്, ഗോകുലേട്ടന്, അങ്ങനെ എല്ലാവർക്കും, വിഷ്ണു ഗോവിന്ദൻ, അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് മനസ്സറിഞ്ഞ് എൻ്റെ കൂടെ നിന്നതിൻ്റെ ഒരു അവാർഡാണിത്. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത് തുടരും ടീമിന് വേണ്ടിയിട്ടുള്ളതാണ്. ശോഭന മാം, ലാൽ സാർ, എല്ലാവരെയും ഈ നിമിഷം ഓർക്കുന്നു. പ്രകാശ് ചേട്ടാ, ഒരു ഡയറക്ടോറിയൽ എന്ന് പറയുന്നതിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അൺലേൺ ചെയ്തും ഒക്കെ പോയ കുറേ നല്ല നിമിഷങ്ങൾ തൊടുപുഴയിൽ ഇപ്പം ഷൂട്ട് ചെയ്യുമ്പം വല്ലാണ്ട് മിസ് ചെയ്യുന്നു. താങ്ക് യു. ഹരിഹരൻ സർ, കഴിഞ്ഞ വർഷത്തെ സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ ഡയറക്ടറിനെയാണ് നമ്മൾ വേദിയിൽ ആദരിച്ചത്. എന്താണ് പറയാനായിട്ടുള്ളത്? തുടരും എന്നുള്ള പടത്തിനെ പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അതിമനോഹരമായ സിനിമയാണ്. ആർട്ടിസ്റ്റിക് ലെവലിലും കമേഴ്ഷ്യലായിട്ടും ഹിറ്റായ ഒരു പടം. കൺഗ്രാജുലേഷൻസ്. ഇതിനേക്കാൾ വലിയ പടങ്ങൾ എടുക്കാനുള്ള സമയവും സന്ദർഭവും ഇമാജിനേഷനും ഭാവനയും എല്ലാം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. We are moving on to something very special. നമ്മുടെ പ്രിയപ്പെട്ട ഹരിഹരൻ സാർ നമ്മുടെ റിക്വസ്റ്റ് സ്വീകരിച്ച് ഈ വേദിയിലേക്ക് എത്തുകയും ഇത്രയും സമയം നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്തു. ഈ ഒരു മൊമെന്റിൽ നമ്മുടെ കൂടെ ഈ ഒരു അവസരത്തിൽ ജോയിൻ ചെയ്തതിന് അദ്ദേഹത്തിന് നമ്മുടെ ഒരു സ്നേഹോപഹാരം ഉണ്ട്. അപ്പോൾ ഒരു പൊന്നാട അണിയിച്ച് അദ്ദേഹത്തിനെ ആദരിക്കാൻ കൂടി ഈ ഒരു വേദി നമ്മൾ തെരഞ്ഞെടുക്കുകയാണ്. ചെയർമാൻ പൊന്നാട അണിയിച്ചുകൊണ്ട് ഗോകുലം ഗോപാലൻ സർ ഹരിഹരൻ സാറിനെ ആദരിക്കുകയാണ്. നിറഞ്ഞ കൈയടി നൽകി നമുക്ക് എല്ലാവർക്കും ഈ നിമിഷത്തിന്റെ ഭാഗമാവാം. Also handing over the citation. മലയാള സിനിമ കണ്ട എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്ന് പഴശ്ശിരാജയുടെ പ്രൊഡ്യൂസറും സംവിധായകനും ഒരുമിക്കുന്ന ഒരു വേദി കൂടിയാണിത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ആഘോഷിക്കേണ്ട ഒരു മൊമെന്റ് ആണ്. ഗോപാലൻ സർ, ഹരിഹരനെ പറ്റി പറയുകയാണെങ്കിൽ 1000 നാവ് നമുക്കുണ്ടാകും. കാരണം സിനിമയിൽ ഞാൻ 1976 എടുത്താലും സിനിമ ലോകത്തിൽ ഞാൻ അറിയപ്പെട്ടത് ഇദ്ദേഹം എടുത്ത പഴശ്ശിരാജ എന്ന പടത്തിൽ കൂടിയാണ്. അതായത് ഞങ്ങൾ അത് വെച്ച് ജപ്പാനിലടക്കം 10 ദിവസങ്ങൾ പോയി താമസിച്ച് ഒരനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഫോറിനേഴ്സും കൂടി ആദരിച്ച ഒരു പടമായിരുന്നു. പല രാജ്യങ്ങളും അതിനെ അവരെ പകർത്തിക്കൊണ്ട് വാഴ്ത്തിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ നമുക്ക് കിട്ടിയിരുന്നു. ഇത്രയും നല്ല പടം ഇന്നും ആ പഴശ്ശിരാജ ഒരു പടം കാണുമ്പോൾ ഒരു ദേശീയ ബോധം നമുക്കുണ്ടാകും. പഴശ്ശിരാജയെ പറ്റി 2, 3, 4 വാക്കുകൾ പഠിച്ച് നമ്മൾ MG നമുക്ക് എഴുതി തന്ന ആ കഥ പഴശ്ശിരാജയിൽ ഒരു ദേശീയബോധമുള്ള ഒരു മലയാളിയായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ നമുക്ക് കിട്ടി. എല്ലാം നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതെന്ന് മാറ്റിക്കൊണ്ട് സൗത്ത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഒരു മലയാളിയാണ്
സ്വാതന്ത്ര്യ സമരത്തിന് ആദ്യം നേതൃത്വം കൊടുത്ത എന്നൊരു സന്ദേശം പഴശ്ശിരാജയിൽ കൊണ്ടുണ്ടാക്കി. അത് പഴശ്ശിരാജയാക്കി മാറ്റിയത് നമ്മുടെ ഹരിഹരൻ സാറാണ്. അദ്ദേഹത്തിന് ഒരു കാലത്തും സിനിമാ ഫീൽഡ് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ആ പഴശ്ശിരാജ. നന്ദി, നമസ്കാരം. പഴശ്ശിരാജയെ പറ്റി മാത്രം പറഞ്ഞിരുന്നുകൊണ്ട് കാര്യമില്ല. അടുത്ത സംഭവം എന്താണെന്ന് പറയൂ. അതിനേക്കാൾ വലിയൊരു സംഭവം നമുക്ക് എടുക്കണ്ടേ? കുറേ കാലമായി പറയുന്നു, എന്നോട് കഥ ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ആലോചിക്കാം. എന്നിട്ട് പറ്റിയാൽ നമുക്ക് ഇതിനേക്കാൾ വലിയൊരു സംരംഭം എടുക്കാം. തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടെ. മലയാള സിനിമ കാത്തിരിക്കുന്ന ഒരു താങ്ക് യു വെരി മൊമെന്റ് മച്ച്. തീർച്ചയായിട്ടും. എന്നെ ഈ ധന്യമുഹൂർത്തത്തിൽ എന്നെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയ ഫ്ലവേഴ്സിനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ചങ്ങാതിയുണരു വസന്തഹൃദയം നുകരൂ, സംഗീതം കേൾക്കൂ, സുഗന്ധഗംഗയിലൊഴുകൂ. നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളും ഒരു കളി. താമരക്കിളി പാടുന്നു തെയ്തൈ തകതൂ, താളിയോലകളാടുന്നു തെയ്തൈ തകതൂ. ഒരു വഴി ഇരുവഴി പല വഴി പിരിയും മുൻപൊരു ചിരിയുടെ കഥ എഴുതിയിടാം, ഒരു നവ സംഗമ ലഹരിയിലലിയാം. മതമേകും മണം വിളമ്പി നാളെയും വിളിക്കുമോ, മതമേകും മണം വിളമ്പി നാളെയും വിളിക്കുമോ. പുറവേലിത്തടത്തിലെ പൊൻതാഴം പൂവുകൾ, പ്രിയയുടെ മനസ്സിലെ രതിസ്വപ്ന കന്യകൾ. വയൽ മണ്ണിൻ ഗന്ധം നമുക്കെന്നും ചൂടാം. ആർത്തുകൈകൾ കോർത്തു നീങ്ങാമിനിയും തുടർക്കഥ ഇത് തുടരാൻ. താളിയോലകളാടുന്നു തെയ്തൈ തകതൂ. ചങ്ങാതിയുണരൂ വസന്തഹൃദയം നുകരൂ, സംഗീതം കേൾക്കൂ, സുഗന്ധഗംഗയിലൊഴുകൂ. നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളും ഒരു കളി. താമരക്കിളി പാടുന്നു തെയ്തൈ തകതൂ, താളിയോലകളാടുന്നു തെയ്തൈ തകതൂ. തിരയാടും തീരമിന്നും സ്വാഗതം ഓതിടും, തിരയാടും തീരമിന്നും സ്വാഗതം ഓതിടും. കവിത പോൽ തുളുമ്പുമീ മന്ദസ്മിതത്തിനായി, അനുരാഗ സ്വപ്നത്തിൻ ആർദ്രഭാവത്തിനായി. കടൽ തിര പാടി നമുക്കേറ്റു പാടാം. പടിഞ്ഞാറ് ചുവന്നു പിരിയുന്നതോർക്കാം. പുലരി വീണ്ടും പൂക്കും, നിറങ്ങൾ വീണ്ടും ചേർക്കും. പുതുവെളിച്ചം തേടി നീങ്ങാം ഇനിയും തുടർക്കഥ ഇത് തുടരാം.
തകതോ താളിയോലകളാടുന്നു തൈ തൈ തകതോ ചങ്ങാതിരിയുണരൂ വസന്ത ഹൃദയം നുകരൂ സംഗീതം കേൾക്കൂ സുഗന്ധഗംഗയിലൊഴുകൂ നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളും ഒരു കളി താമരക്കിളി പാടുന്നു തൈ തൈ തകതോ താളിയോലകളാടുന്നു തൈ തൈ തകതോ ഒരു വഴി ഇരുവഴി പല വഴി പിരിയും മുമ്പൊരു ചിരിയുടെ കഥ എഴുതിയിടാം ഒരു നവസംഗമ ലഹരിയിലണിയാം അടുത്ത അവാർഡ് കാറ്റഗറിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവർ ഈ വേദിയിൽ നിൽക്കുമ്പോൾ തന്നെ അനൗൺസ് ചെയ്യേണ്ട ഒരു അവാർഡാണിത്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഫിലിം. ഈ വർഷത്തെ ഫ്ലവേഴ്സ് എന്റർടൈൻമെന്റ് അവാർഡ്സിലെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് വിതൗട്ട് എനി ഡൗട്ട് തുടരും. Inviting on stage Mr. M. Ranjit and Avantika Ranjit. മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ പ്രൊഡ്യൂസേഴ്സിൽ മറ്റൊരാൾ കൂടി ഈ വേദിയുടെ ഭാഗമാവുകയാണ്. സൈറ്റേഷൻ നൽകുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ വരുൺ ശശിധരൻ, GM മാർക്കറ്റിംഗ് ഈസ്റ്റേൺ. ഗോപാലൻ സർ പ്ലീസ് മൊമെന്റോ കൈമാറി ആ ഒരു ഹോണേഴ്സ് നിർവഹിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ വരുൺ ശശിധരൻ ഫ്രം ഈസ്റ്റേൺ ഗ്രൂപ്പ് GM മാർക്കറ്റിംഗ്, അദ്ദേഹം സൈറ്റേഷൻ നൽകി ആദരിക്കുന്നു. മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ച പ്രൊഡ്യൂസറാണ് രഞ്ജിത്ത് സർ. എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ്. ഒരു സിനിമ വിജയിക്കുക മാത്രമല്ല, എല്ലാ വിഭാഗത്തിലും എല്ലാവരെയും രസിപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുക, ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടുക, അങ്ങനെ എല്ലാം നിറഞ്ഞു കിട്ടുമ്പോൾ അതിലപ്പുറം സന്തോഷിക്കാൻ എന്താണ്? ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. എനിക്കതിലേറെ ഇപ്പോൾ പെട്ടെന്ന് പറയാൻ തോന്നിയത്, ഈ സിനിമ കണ്ടിട്ട് വിമല ചേച്ചി ഇരിപ്പുണ്ട്. രാത്രിയിൽ എന്നെ ശ്രീനേട്ടൻ വിളിച്ചിട്ട്, ശ്രീനേട്ടൻ പടം കണ്ടിട്ടില്ല, പക്ഷേ ഈ പടം ഓടുന്നതിൻ്റെ സന്തോഷം ചേട്ടൻ എന്നെ വിളിച്ചു. അതുപോലെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന മധു സാറ്, അങ്ങനെയുള്ള ഒരുപാട് പേര് ഇത്തരം ഒരു സിനിമ ഓടിയപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും വിളിച്ചിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ 35 വർഷം മുമ്പുള്ള ആദ്യത്തെ നായിക ഉർവശി ഇവിടെ ഇരിപ്പുണ്ട്. ആ സിനിമയ്ക്ക് അന്ന് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്, മുഖചിത്രം. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരടങ്ങുന്ന, അതുപോലെ ഗോപാലേട്ടൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കുന്നു. ഇവിടെ ഇതുമായി സഹകരിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ആദ്യം തന്നെ ഇതിനകത്ത് അഭിനയിച്ച ലാലേട്ടൻ, ശോഭന, പ്രകാശ് വർമ്മ, മണിയമ്പിള്ള രാജു ഉൾപ്പെടെയുള്ള ഒരു വലിയ നിര തന്നെ അതിനകത്തുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കട്ടയ്ക്ക് കൂടെ നിന്ന, അല്ലെങ്കിൽ എൻ്റെ കൂടെ ശക്തിയായി നിന്ന തരുൺ മൂർത്തി, ഷാജി, ജെയ്ക്സ്, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഈ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള അല്ലാത്ത ആളുകളുണ്ട്. സ്വന്തം സിനിമ എന്ന് കണ്ട് എല്ലാവരും ചെയ്തതിലൂടെ കിട്ടിയ ഒരു സിനിമയാണ് തുടരും. അതുപോലെ തന്നെ ഇതിനെ സ്വീകരിച്ച പ്രേക്ഷകരോടാണ് അതിനേക്കാളേറെ നന്ദി. എല്ലാവരോടുമുള്ള നന്ദി എനിക്കുണ്ട്. അതുപോലെ എനിക്കൊൽപ്പം എൻ്റെ ശക്തിയായി കൂടെ നിൽക്കുന്ന എൻ്റെ കുടുംബം, എല്ലാവരോടും നന്ദി. തുടരും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. പച്ചക്കിളിപ്പവിഴ പാൽ വർണ്ണമൊത്ത പല കൊച്ചുങ്ങൾ 5 നിൽപ്പാണ് ശംഭോ. അതിലൊന്നിലടിയന്റെ വധുണ്ടതേത് ഈ നരകത്തിൽ നിന്നൊന്നു കരകേറ്റ് ശംഭോ ശംഭോ ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ,
എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടം ഈ വിധമെന്തിനു തന്നതു സാംബ സദാശിവനേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടം ഈ വിധമെന്തിനു തന്നതു സാംബ സദാശിവനേ. ശിവശംഭോ 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 ശംഭോ, കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ. പൈക്കളില്ല, ലോണിൽ ബാക്കിയില്ല, ബാങ്കിൽ കാശടച്ചില്ല, മേലെ നീല നിറം, താഴെ കുന്നുകുഴി, മുന്നിൽ മൂകം നരകം. കലികാലം തീരാൻ കല്യാണം വേണം, വലിവോടെ കനിയണം നീയൻ ശംഭോ. കലികാലം തീരാൻ കല്യാണം വേണം, വലിവോടെ കനിയണം നീയൻ ശംഭോ. ശിവശംഭോ ശിവശംഭോ ശംഭോ, കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ. മായ തന്നെ, മായാലീല തന്നെ, അന്നദാന പ്രഭുവേ. സർപ്പം പോലെ നിന്നെ മെയ്യിൽ ചുറ്റി എന്നെ കാത്തിടേണം വിഭുവേ. നീയൊന്നു വന്നാൽ, വരമൊന്നു തന്നാൽ, തീരാത്ത ദുരിതങ്ങൾ തീരും ശംഭോ. നീയൊന്നു വന്നാൽ, വരമൊന്നു തന്നാൽ, തീരാത്ത ദുരിതങ്ങൾ തീരും ശംഭോ. ശിവശംഭോ ശംഭോ, കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടം ഈ വിധമെന്തിനു തന്നതു സാംബ സദാശിവനേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടം ഈ വിധമെന്തിനു തന്നതു സാംബ സദാശിവനേ. ശിവശംഭോ 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 ശംഭോ, 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 ശിവശംഭോ 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 ശംഭോ. ഹലോ ഹലോ, നിങ്ങളാരാ? ഞാൻ സണ്ണി പി നായരമ്പലം. ബെന്നി പി നായരമ്പലല്ലേ? ആരുമല്ല, ചെന്ന് പറഞ്ഞു കൊടുക്കല്ലേ, ഞാൻ അല്ലാതെ ഒരാളാണ്, അത്യാവശ്യം ജീവിച്ചു പോകുന്ന രീതിയിലുള്ള ആളാണ്, എന്ന് പറഞ്ഞു കൊടുക്കല്ലേ പുള്ളിയുടെ അടുത്ത്. ഇനി ഞാൻ വന്നിട്ട് ഒത്തിരി സമയമായി, നിങ്ങൾ ഇത്രയും സമയമായിട്ട് എന്നെ ഇവിടെ വിളിച്ചായിരുന്നു. അല്ല, ഇങ്ങനൊരു പേര് മനസ്സിലായില്ല? എന്നെ മനസ്സിലായില്ലേ? ഞാൻ വിഖ്യാത സംവിധായകനാണെന്ന്. വിഖ്യാത സംവിധായകനല്ല. നിങ്ങൾക്കറിയോ, ഞാൻ സിനിമ സംവിധാനം ചെയ്ത്, കഥ എഴുതും, മ്യൂസിക് കമ്പോസ് ചെയ്യും, എല്ലാം ചെയ്യും. എല്ലാം ചെയ്യുന്നതാണ് ഞാൻ. ഞാൻ ഇത്രയും സമയമായിട്ട് എന്നെ ഒരു പ്രാവശ്യം ഒന്ന് വിളിക്കാത്തത്, എനിക്ക് അവാർഡ് തരാൻ വിളിക്കാത്തത്. നിങ്ങൾ ഇവിടെ പൊന്മാന് നിങ്ങൾ അവാർഡ് കൊടുത്തു, എന്തുകൊണ്ട് എന്റെ തൂക്കണാംകുരുവിക്ക് അവാർഡ് കൊടുത്തില്ല? എന്റെ തൂക്കണാംകുരുവിക്ക് അവാർഡ് കൊടുക്കാത്ത കാര്യം എന്തോ? തൂക്കണാംകുരുവി എന്റെ സിനിമ. തൂക്കണാംകുരുവി എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ടാണ് ഞാൻ ആ സിനിമ ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾക്കറിയോ, ഒരു ഓലത്തുമ്പിൽ തൂക്കണാംകുരുവി ഇങ്ങനെ കഷ്ടപ്പെട്ടത് കയറി പിടിച്ച് അതിന്റെ ഒരു കൂടുണ്ടാക്കി വരുന്നത് എനിക്ക് എന്തോരം പാടാണ്. നിങ്ങളെ പൊന്മാൻ കൊടുക്കുന്നു. പൊന്മാൻ എന്ന് പറഞ്ഞാൽ ആരാ?
പൊന്മാൻ എന്ന് പറഞ്ഞാൽ വയലൻസ് അല്ലേ? ആകാശത്തിലൂടെ ഇങ്ങനെ പറന്നു കിടക്കുന്നു, എന്നിട്ട് ആ പാപം പിടിച്ച മീങ്ങളെ കൊത്തിയെടുത്തോണ്ട് പോകുന്ന പൊന്മാനെ നിങ്ങൾ അവാർഡ് കൊടുക്കേണ്ട കാര്യം എന്ത്? എന്റെ തൂക്കണം ഗുരുക്കല്ലേ അവാർഡ് കൊടുക്കേണ്ടത്? എന്റെ തൂക്കണം ഗുരു എന്താ ചേട്ടാ പ്രശ്നം എന്താ? സണ്ണിപ്പി നായരമ്പലം മനസ്സിലായില്ല ആരാണ്? നിന്റെ കാര്യം കഴിഞ്ഞപ്പോ നീ എന്നെ വലിച്ചു പറിച്ച് എറിഞ്ഞു ഇല്ലേ? കാര്യം കഴിയുമ്പോ വലിച്ചു പറഞ്ഞിരിക്കാൻ നിങ്ങൾ എന്തോ ടിഷ്യൂ പേപ്പർ? അത് നീ എന്നെ മറന്നില്ലയോ? എനിക്കറിയാമോ ആരാണ് നിങ്ങൾ? ആരാണെന്നില്ലയോ? കുട്ടിക്ക് അറിയാമോ? എന്തിനാ അവര് പൊട്ടിക്കറിയേണ്ട കാര്യം എന്തോ? പൊട്ടിക്കറിയെന്നല്ല പറഞ്ഞു, കുട്ടിക്ക് അറിയാമോ? എന്താ ഇവരെ തൂക്കണാങ്കുരി എന്ന സിനിമയ്ക്കകത്ത് എനിക്ക് നല്ലൊരു വേഷം തരാന്ന് പറഞ്ഞിട്ട് ഇവൻ ഹോട്ടൽ റൂമിൽ വിളിച്ചു വരുത്തി എന്നെ ഹോട്ടൽ മുറിയിൽ വിളിച്ചു വരുത്തി? ഞാനൊക്കെ ആൾക്കാരിക്കുന്ന വേദിയാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്. ആവശ്യമുള്ള കാര്യം തന്നെ ഞാൻ പറയത്തുള്ളൂ. എന്തോ വേഷം തരാം? ഇവന്റെ തൂക്കണാങ്കുരുവി എന്ന സിനിമയ്ക്കകത്ത് എനിക്ക് വേഷം തരാന്ന് പ്രധാന വേഷം തരാന്ന് പറഞ്ഞു തന്നില്ല. കുരുവിയായിട്ട് ഈ പുള്ളി പറഞ്ഞു എന്തോ വേഷം? മെഡിക്കൽ റബ്ബർ എസ്റ്റേറ്റ്. മെഡിക്കൽ റബ്ബർ എസ്റ്റേറ്റ്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് എന്ന് പറയാൻ അറിഞ്ഞൂടാ? റബ്ബർ എസ്റ്റേറ്റ് എന്താ? നീ റബ്ബർ എസ്റ്റേറ്റ് പോയി വെട്ടണ, റബ്ബർ വെട്ടു. അത് നിനക്ക് പറ്റും. നീ എനിക്ക് വേഷം തരണ്ട, ഇവന്റെ സിനിമ മുടങ്ങി എന്ന് പറഞ്ഞു ഇവന്റെ കാലെ പിടിച്ചു, എന്റെ കാലും മടങ്ങി. എന്നിട്ട് ഞാൻ എത്തുവാളെ ചോദിച്ചു പറഞ്ഞു പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പം എന്റെ ഭാര്യയുടെ കടുത്തെ കടന്ന് 25 പവൻ സ്വർണം ഇവന് കൊടുത്തു സിനിമ ചെയ്യാൻ. ഇവന് അന്ന് മുങ്ങിയതാ, പിന്നെ ഇവിടെ പൊങ്ങത്തെ ഇവൻ. എത്ര 25 പവൻ? 25 പവനാ? 23 18 15 5 തിരിച്ചതാണ്. 5 തിരിച്ചത് നിനക്ക്. അവര് തന്നെ ഉറപ്പില്ല എത്ര പവനാണ് എനിക്ക് തന്നെയെന്ന്. എടാ എന്റെ ചോറിനകത്ത് അത് ഈ കല്ല് വരിയിട്ടെന്ന് ഓർത്തോണം. റേഷനറി മേടിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആ കല്ല് പറക്കെ കളഞ്ഞേച്ച് വേണം അരി വേവിക്കാനിടാൻ. നീ എന്നെ പാചകം പഠിപ്പിക്കണ്ട. അന്ന് തൊട്ട് കേട്ടോ വെച്ച്, അന്ന് തൊട്ട് എന്റെ ഭാര്യ എന്നെ വീട്ടിൽ കയറ്റിയിട്ടില്ല. ഞാൻ എന്നും കടവരാതെ കിടക്കും, പച്ചക്കറി കടയുടെ വരാതെ കിടന്നിട്ട് തക്കാളിപ്പെട്ടിയുടെ പുറത്ത് ഇങ്ങനെ കിടന്ന് ഞാൻ ആസ്വദിച്ച് കിടന്നു തുടങ്ങും അന്യനെ പോലെ. ഇതുവരെ ഞാൻ വീട്ടിൽ പോയിട്ടില്ല, പക്ഷെ എന്റെ കുഞ്ഞുങ്ങളെ കാണാൻ എനിക്ക് കൊതിയാടാ. എത്ര മക്കളാന്ന് ചോദിച്ചാൽ മേഡം? എത്ര മക്കളാ? 5 പിള്ളേരുണ്ട്. വീട്ടിൽ പോകാത്ത ഇവന് 5 മക്കള്. ഈ തക്കാളിപ്പെട്ടിക്കകത്തിരുന്ന 5 മക്കള് ഇവന്. അയ്യോ ബേസിൽ ജോസഫ് ഇരിക്കുന്നുണ്ടോ? അത് ബേസിൽ ജോസഫ് അല്ല, പിന്നെ ആരാ? അത് ഉണ്ണിമൂന്തൻ. ഉണ്ണിമൂന്തനല്ല, അത് ബേസിൽ ജോസഫ്. അത് ഉണ്ണിമൂന്തനാണെന്ന് മസിലുണ്ട്. മസിലുണ്ട്. അത് വലിയ സ്ക്രീനിൽ കാണുമ്പോ അങ്ങനെ കാണിക്കുന്നതല്ലേ? ഇത് ഉണ്ണിമൂന്തൻ, എനിക്ക് അറിയാവുന്നതല്ലേ ഉണ്ണിമൂന്തൻ? അതാണ് ഉണ്ണിമൂന്തൻ. പിന്നെ അതല്ലേ ഉണ്ണി. മാർക്കോ കണ്ടിട്ടില്ലേ നീ? ഇല്ല, എനിക്ക് മൊത്തം മുട്ടയായിരുന്നു, അതുകൊണ്ട് ഞാൻ കണ്ടില്ല. മാർക്ക് കണ്ടിട്ടില്ലെന്നല്ല, മാർക്കോ സിനിമ കണ്ടിട്ടില്ലേ? അയ്യോ മാർക്കോ സിനിമ ഞാൻ കാണാൻ കേറി കേട്ടോ, പക്ഷെ എനിക്ക് പകുതി വരെ കാണാൻ പറ്റുള്ളൂ. അതെന്താ? പടത്തിനകത്ത് ഒറ്റ വെട്ടി പിന്നെ എന്റെ ബോധം പോയി. പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി വെള്ളം തെളിച്ചപ്പോഴാണ് ഞാൻ എണ്ണിച്ചത്. നീ കണ്ടായിരുന്നു മാർക്കോ സിനിമ? ഞാൻ സിനിമ തുടങ്ങിയപ്പോഴേ അടി തുടങ്ങിയില്ലേ? ആ സിനിമയ്ക്കകത്ത് അടിയുണ്ട്. സിനിമയ്ക്കകത്തല്ല, പിന്നെ തിയേറ്ററിനകത്ത് അടി തുടങ്ങി. അതെങ്ങനെ? ഞാൻ ചെന്ന് കയറിയ സിനിമ കഴിഞ്ഞിട്ടാണ്, തുടങ്ങി കുറച്ചായപ്പോഴാണ് ഞാൻ ചെന്ന് ഇരുന്നത് ഒരു ചേച്ചിയുടെ മടിയിൽ. എന്റെ പൊന്നെ, ഒരു ആചാര ബാഗു ചേട്ടൻ പോപ്കോൺ ഇരുന്ന കൈ വെച്ചൊരു ഒറ്റ അടി. ഞാൻ തലച്ചോറ് തെറിച്ചു പോയി. നീ വലിയ സംവിധാനം സിനിമ ചെയ്യുന്ന ആളല്ലയോ? എടാ തിയേറ്ററിൽ പടം തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ കയറി കഴിയുമ്പോ ഇരുട്ടാ, അന്നേരം നീ തപ്പി നോക്കണം. അതിന് വേറെ കിട്ടിയല്ലോ. എല്ലാം പറയണമെന്ന് വെച്ചാൽ ഇത്ര ആൾക്കാരിക്കുമ്പോ അതൊക്കെ പറഞ്ഞ് നാണം കെടുത്തിട്ട് നിനക്ക് കിട്ടണോടാ, നിനക്ക് കിട്ടട്ടെ. എന്റെ സ്വർണ്ണം താളാ. ഏത് സ്വർണ്ണം? എന്ത് സ്വർണ്ണം? എനിക്ക് ഇയാൾ അറിഞ്ഞൂടാ മേഡം. എന്റെ കാര്യം സാധിച്ചു മതി. എന്റെ സ്വർണ്ണം എനിക്ക് പോകണം. എന്റെ സ്വർണ്ണം എടുത്തു തന്നെ. എനിക്ക് സ്വർണ്ണം അങ്ങനെ തരാൻ പറ്റത്തില്ലെന്ന്. ഞാൻ ഇവിടെ അവാർഡ് മേടിക്കാൻ വേണ്ടി നിൽക്കും. എന്റെ തൂക്കണാങ്കുരുവിക്ക് അവാർഡുണ്ട്. നിന്റെ തൂക്കണാങ്കുരുവിക്ക് അവാർഡ് കിട്ടും. എടാ നിന്റെ തൂക്കണാങ്കുരുവി കൂട് വെക്കുന്നത് എന്തിനാണെന്നറിയാമോ? അത് മുട്ടയിട്ടിട്ട് സന്തോഷിക്കാൻ. പക്ഷെ സിനിമ അങ്ങനല്ല. ഒരുപാട് പേരെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ട് അവരുണ്ടാക്കിയെടുക്കുന്നതാണ് സിനിമ. അത് ജനഹൃദയങ്ങളിൽ എത്തി അവർ ആദരവ് ഏറ്റുവാങ്ങിയ മഹാ കലാകാരന്മാരിരിക്കുന്ന ഈ വേദിയാണ്. അവർക്കുള്ളത് അവാർഡ്. അല്ല അവർ തൂക്കണാങ്കുരുവി കൂട് വെച്ചപ്പോൾ മാറി ഇന്ന് മൊബൈലിൽ ഫോൺ ഷൂട്ട് ചെയ്തിട്ട് നിന്റെ സിനിമയ്ക്ക് അവാർഡ് തരണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അവാർഡ് പോയിട്ട് അരക്കില അരി പോലും തരത്തില്ല. ഉറപ്പാ കിട്ടത്തില്ല. അവാർഡ് കിട്ടത്തില്ല. ഒന്നും കിട്ടത്തില്ലേ? ഒന്നും കിട്ടത്തില്ല. അപ്പോഴേ ഒരു 350 രൂപ കിട്ടുമെന്ന് ചോദിച്ചേ. 350 രൂപ ഈ കോട്ടിന്റെ വാടക കൊടുക്കാൻ വേണ്ടി അതെങ്കിലും ചെല്ല, ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം. വിളിച്ചോണ്ട് പൊക്കോ. ഇനി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെഗ്മെന്റിലേക്കാണ് കിടക്കുന്നത്. വി ആർ മൂവിംഗ് ഓൺ ടു ദി ആഡ് ലോഞ്ച് ഓഫ് സ്വയംവര സിൽക്സ്. ഈ ഒരു ചടങ്ങിന്റെ ഭാഗമാവുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് ശങ്കരൻകുട്ടി രാജശേഖരൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാനേജിംഗ് ഡയറക്ടർ സ്വയംവര സിൽക്സ്. എപ്പോഴും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആഡ്സും ക്രിയേറ്റീവ്സും ആയിട്ട് വരുന്ന ഒരു സ്ഥാപനം കൂടിയാണ് സ്വയംവര. വിത്ത് ലീഡിംഗ് ആക്ടേഴ്സ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽസ് എപ്പോഴും കാണിച്ചു തരുന്ന ഒരു സ്ഥാപനമാണ്. നമുക്കെല്ലാം അറിയുന്ന പോലെ സ്വയംവര സിൽക്സ് നമ്മുടെ ഒരു കുടുംബം പോലെയാണ്. നമ്മുടെ എല്ലാ സംരംഭങ്ങളിലും ശങ്കരൻകുട്ടിയും സ്വയംവര സിൽക്സും ഉണ്ട്. ഇതൊരു നല്ല രസമുള്ള ഒരു ആഡാണ്. നമ്മൾ ടെലിവിഷനിൽ നിരന്തരമായി പരസ്യങ്ങൾ കാണുന്നവരാണ്. പരസ്യം കൂടി ആൾക്കാർ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ ആസ്വദിക്കുന്ന ഒരു കാലത്ത് ഇത് നല്ലൊരു കൊമേഴ്ഷ്യലായിരിക്കും, വലിയ വിജയമായിരിക്കും. അങ്ങയുടെ സ്ഥാപനത്തിന് ഇത് മുതൽക്കൂട്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല നമ്മുടെ കൊട്ടാരക്കര ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലും ഒക്കെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളായിട്ട് സ്വയംവര സിൽക്സ് വലിയൊരു നെറ്റ്വർക്കായിട്ട് വളരുന്നു. അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന അദ്ദേഹത്തെ പോലെ
നമ്മളും സന്തോഷിക്കുന്നു. വരൂ, ഇങ്ങോട്ട് വരൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ നടത്തുന്ന ഓരോ ചുവടുവയ്പ്പും ഒരുപാട് വെല്ലുവിളികളൊക്കെ നിറഞ്ഞാണെങ്കിലും അതെല്ലാം ആ പ്രതിസന്ധിയൊക്കെ കടന്ന് വലിയ വിജയത്തിലേക്ക് കുതിക്കുന്നു എന്നറിയുന്നു. ശങ്കരക്കുട്ടിക്കും അദ്ദേഹത്തിനൊക്കെ എല്ലാം സുഖമായിട്ട് പോകുന്നുണ്ടല്ലോ. ഓക്കെ, ആശംസകൾ. താങ്ക് യു. വലിയൊരു ഷോറൂം ഇപ്പോൾ കോട്ടയത്ത് തുടങ്ങാൻ പോവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞ ചെറിയ ഷോറൂം എന്ന് പറയണമെന്നാണ്. ഇവരെല്ലാം വലിപ്പത്തിലുള്ള ഷോറൂമാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് കോട്ടയത്ത് ലുലുമാളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? അതിനടുത്ത് തന്നെയാണോ ഇത്? ഓക്കെ, കോട്ടയത്ത് സീമസ് കോളേജിൻ്റെ അടുത്താണ് വരുന്നത്. ശങ്കരക്കുട്ടി സംസാരിച്ചാരും കേട്ടിട്ടില്ല, ഇപ്പോൾ ഒന്ന് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഫ്ലവേഴ്സ് തുടങ്ങിയ കാലം തൊട്ട് തന്നെ അതിൻ്റെ കൂടെ സഹകരിക്കാൻ പറ്റി. ഫ്ലവേഴ്സ് തുടങ്ങിയ ദിവസം വരും എനിക്ക് ഓർമ്മയുണ്ട്. അതായത് നമ്മുടെ കൊട്ടാരക്കര ഷോറൂം തുടങ്ങിയതും ഫ്ലവേഴ്സ് ചാനൽ തുടങ്ങിയതും ഒരേ ദിവസമാണ്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീകണ്ഠ സാറിൻ്റെ എല്ലാ സഹായ സൗകര്യങ്ങളും നമുക്ക് എന്നും കിട്ടുന്നുണ്ട്. എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. താങ്ക് യു സാർ. എനിക്കൊന്ന് അശ്വതി എന്നെ ഒത്തിരി തവണ ആങ്കർ ചെയ്തിട്ടുണ്ടല്ലേ? സാറിന്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പരിപാടി ഉൾപ്പെടെ. അതെ, കൊട്ടാരക്കര ഉൾപ്പെടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ കോട്ടയം. ഇനി അടുത്തതായി നമ്മുടെ ഇവന്റ് പാർട്ട്ണർ അനശ്വര ജുവല്ലേഴ്സിന് മൊമെന്റോ നൽകി ആദരിക്കുകയാണ്. അനശ്വര ജുവല്ലേഴ്സിൽ നിന്നും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ രാജൻ അനശ്വര, ഡയറക്ടേഴ്സ് അനുരാജ് രാജൻ ആൻഡ് പ്രീന അനുരാജ്. Thank you, Anishwara Jewellers, for partnering with us in this beautiful event. മൊമെന്റോ നൽകി നന്ദി പറയുകയാണ്. ഫ്ലവേഴ്സ് TV CEO സന്തോഷ് ജെ നായർ, അദ്ദേഹമാണ് സൈറ്റേഷൻ നൽകി ആദരിക്കുന്നത്. Thank you, Anashwara Jewellers, for partnering with us. Next, we would like to thank our event partner, KP Namboodiris. മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ സുനോഷ് പൻകുനി, സീനിയർ ബ്രാൻഡ് മാനേജർ, KP Namboodiris. താങ്ക് യു സോ മച്ച് KP Namboodiris. സൈറ്റേഷൻ നൽകി ആദരിക്കുകയാണ് ഫ്ലവേഴ്സ് CEO എല്ലാവിധ SKN സപ്പോർട്ടിന് നന്ദി. താങ്ക് യു KP Namboodiris. സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള വീടാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ പുറത്തു പറയാൻ വിഷമമുണ്ടെങ്കിലും ഉള്ളൊരു എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഈ പേനിൻ്റെ ശല്യം അല്ലേ? ഒരു പ്രായത്തിൽ നമ്മളൊക്കെ ഈ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് അമൃതവേണി എന്ന് പറയുന്ന ബ്രാൻഡ് കൊണ്ടുവന്നിട്ടുള്ള ലൈസ്ക്വിറ്റ്. അപ്പോൾ ഇത് വളരെ സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി സേഫ്. അതുപോലെ ബയോടെക്നോളജി അനുസരിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സഹ്യാദ്രി ബയോ ലാബ്സിൻ്റെ ഒരു പ്രോഡക്റ്റാണിത്. 3 ദിവസത്തെ ഉപയോഗം കൊണ്ട് തന്നെ ഈ പെയിൻ ശല്യമൊക്കെ മാറ്റിയിട്ട് പിള്ളേർക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും. ഹാഷ് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് സേഫ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് അമൃതവേണി ലൈസ്ക്വിറ്റ്. നെക്സ്റ്റ് ഇസ് അവർ വെന്യൂ പാർട്ട്ണർ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്ര ഗംഭീരമായിട്ടൊരു ഈവന്റ് അണിയിച്ചെടുക്കാൻ പറ്റിയത്. SD സ്കേപ്പ് വെരി ഓൺ സ്റ്റീഫൻ ദേവസി. അപ്പോൾ സ്റ്റീഫൻ ദേവസിനെ ഈ വേദിയിലേക്ക് നമ്മുടെ സ്നേഹം ഏറ്റുവാങ്ങാൻ വിളിക്കുകയാണ്. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബം കൂടി ജോയിൻ ചെയ്താൽ വി വുഡ് ബി മോർ ദാൻ ഹാപ്പി. സ്റ്റീഫൻ, ഇതെല്ലാം ഗംഭീരമായിട്ടുണ്ട്. ഇവിടെ തന്നെ അങ്ങ് സ്ഥിരമാക്കിയാലോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഗംഭീരമായി. സ്റ്റീഫനാകുമ്പോൾ നമുക്ക് പണം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. യെസ്, ഇത്ര നല്ലൊരു വെന്യൂ ഞങ്ങൾക്ക് നൽകിയതിന് ഒരുപാട് നന്ദി. സ്റ്റീഫൻ ചേട്ടാ, എന്താണ് SD സ്കേപ്സിനെ കുറിച്ച് ഞങ്ങളോട് പറയാനായിട്ടുള്ളത്? ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിലിരിക്കുന്ന സാറിനെ അടക്കം എൻ്റെ ഫാമിലി, SD സ്കേപ്പ് ഫാമിലി, അവിടെ ഈ തൂണുകളുടെ അപ്പുറത്ത് എൻ്റെ ഒരു വേറൊരു ഫാമിലി ഇരിക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ നമ്മുടെ ഏറ്റവും അടുത്ത എൻ്റെ ചങ്കുകളാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു നമസ്കാരം, പ്രണാമം. ക്രിസ്ത്യൻ ചേട്ടൻ മുതൽ ഫ്രാൻസിസ് ചേട്ടൻ എല്ലാവരും അവിടെ പുറകിലുണ്ട്, ലിനുണ്ട്. അപ്പോൾ ഒരു കലാകാരനെ സംബന്ധിച്ചൊരു സാർ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ സ്ട്രഗിളാണ്. സാറും എല്ലാവരും നമ്മളെല്ലാവരും ഒരു വഞ്ചിയിൽ പോകുന്ന ആൾക്കാരാണ് പല രീതിയിൽ. സാറ് കുറച്ച് മുമ്പിൽ നിൽക്കണു, ഞങ്ങളൊക്കെ പുറകിലുണ്ട്. കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പോയാൽ നമ്മളിങ്ങനെ തന്നെയാണ്. പക്ഷേ കോവിഡ് നമുക്ക് വലിയൊരു പാഠം തന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് SD സ്കേപ്പ് വന്നത്. കാരണം നമ്മളൊക്കെ ഒരു 6 മാസം വെറുതെ ഇരുന്ന് അപ്പോൾ ആരും നമ്മൾക്ക് സപ്പോർട്ടില്ല. നമ്മൾ
എന്നെ വെയിറ്റ് ചെയ്തിട്ട് കുറേ കുടുംബങ്ങൾ ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വെറുതെ ഇരുന്നാൽ ശരിയാവില്ല, വേറെ എന്തെങ്കിലും വരണം. അങ്ങനെയാണ് ST Escape ജനിക്കുന്നത്. പിന്നെ എനിക്ക് പ്രത്യേകം പറയാറുള്ളത് ഫ്ലവേഴ്സ് TV എൻ്റെ ഒരു കുടുംബം തന്നെയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വേറൊരു കുടുംബത്തിലേക്ക് പോകണ മാതിരിയാണ് ഷൂട്ടിനൊക്കെ വരുന്നത്. ഉണ്ണിച്ചേട്ടൻ അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും, രാകേഷ് സാറൊക്കെ, പിന്നെ എപ്പോഴും അന്നും ഇന്നും മുതലുള്ളൊരു യാത്രയാണ്. എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് നമുക്കെപ്പോഴും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ST Escape ഫാമിലി ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് തുടങ്ങി ഏറ്റവും ഉച്ചത്തിൽ ലോകത്തിലെ മുഴുവൻ കാണിച്ചത് ശ്രീകണ്ഠൻ സാറാണ്. SK സാറിന് അത് നന്ദി പറഞ്ഞാൽ ഞാൻ മതിയാവില്ല. അത് ഉണ്ണിച്ചേട്ടൻ എല്ലാവരും ഒരു സപ്പോർട്ടായിരുന്നു. ലോകം മുഴുവൻ അത് അറിയിച്ച് ലാലേട്ടൻ വന്ന് സ്റ്റേജിൽ ഇവിടെ നിന്നത് മുതൽ എല്ലാവരെയും ലോകം മുഴുവൻ അറിയിച്ചപ്പോൾ അത് മറക്കില്ല സാർ. അപ്പോൾ പിന്നെ അതുമല്ല എൻ്റർടൈൻമെൻറ്റ് ഒരു അൺസേർട്ടൺ അവസ്ഥയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഡിജിറ്റലായി OTT ആയി പല വേറൊരു തലത്തിലേക്ക് പോണ സമയത്ത് കണ്ടൻറ് എന്നും രാജാവാണ്. കണ്ടൻറ് ഈസ് കിങ് ഓൾവേസ്. അപ്പോൾ കണ്ടൻറ് ഉണ്ടാവുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാവണമെന്നൊരു ആഗ്രഹമുണ്ട്. നമ്മൾ അന്ന് മുതലേ കണ്ടൻറ്റിന് വേണ്ടി കുറേ ജീവിച്ചതാണ്. ഇങ്ങനെ സ്റ്റേജുകളിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം വേണമെന്ന് ആഗ്രഹിച്ചു. പിന്നെയൊക്കെ എല്ലാവരുടെയും സപ്പോർട്ടാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. സാറ് ഇവിടെ എപ്പോഴും വരണം. സാറിൻ്റെ ഒരു രണ്ടാമത്തെ അവിടെ ചേച്ചി നിൽക്കുന്നുണ്ട്. സാറിൻ്റെ ഒരു മൂന്നാമത്തെ വീടായിട്ട് ഞാൻ SK Escape എടുത്തിരിക്കുന്നു. എന്തായാലും സ്റ്റീവൻ്റെ ഈ സ്ഥാപനം ഗംഭീരമായിട്ട് പോകും. നമ്മൾ ആദ്യ ദിവസം തന്നെ വന്നപ്പോൾ മനസ്സിലായി ഇതൊരു ഗംഭീര ജൈത്രയാത്രയുടെ തുടക്കമാണെന്ന് അന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെട്ടു. ആ യാത്ര തുടരട്ടെ. സ്റ്റീവൻ ദേവസി ഒരു നല്ല സംരംഭകനാണെന്ന് കൂടി തെളിയിക്കാൻ പോകുന്നു. താങ്ക് യു. അത് തെളിയിക്കപ്പെടും. I will say thanks to Captain Sir, Shreya, എൻ്റെ വൈഫ് ജസ്ന, ഷോൺ, എല്ലാവരും. ഞങ്ങൾ ഇവിടെയാണ് സാർ ജീവിക്കുന്നത്. ഇപ്പോൾ താമസിക്കുന്നില്ല, രാത്രി നമ്മുടെ സന്തോഷ് നായർ എന്താ പറയാൻ പോകുന്നത് സ്റ്റീവനെ? This is one of the state of art studio that I've seen. I think so. Kerala has not seen such kind of floor, and I am sure that in the future days it's really going to work out for you. Thank you very much. Thanks. Thank you everyone. Thank you so much, Stephen Devasi and family.